ബീജസ്യാന്തരിവാങ്കുരോ ജഗതിദം പ്രാജ്ഞവികൽപമുന മായാകൽപിതദേശകാലകലനാ വൈചിത്ര്യചിത്രീകൃതം മായാമീതമിതുർവേദിമഹായോഗീവയസ്യ തസ്മൈ ശ്രീഗുരുമൂർത്തേ നമഃ ശ്രീദക്ഷിണാമൂർത്തേ യസ്യൈവ സ്ഫുരണം സദാത്മകമസത്കർത്താർത്ഥകം വാസതേ സാക്ഷാത് തത്വമസീതി വേദവചസ്സായോ ബോധയത്യാദിതാൻ യത്സാക്ഷാത്കരണാത്മവേന പുനരാവൃത്തിർഭവാൻ ഭൂമിതോ തസ്മൈ ശ്രീഗുരുമൂർത്തേ നമഃ ശ്രീദക്ഷിണാമൂർത്തേ നാനാചിത്രകരോദരസിതമഹാദീപപ്രഭാഭാസ്വരം ജ്ഞാനം യദ്വിദുചക്ഷുരാധികരണദ്വാരാ വിനിസ്പന്ദയേ ജ്ഞാനാമീതമിവ പാദമനുപാദ്യേത സമസ്തം ജഗത് തസ്മൈ ശ്രീഗുരുമൂർത്തേ നമഃ ശ്രീദക്ഷിണാമൂർത്തേ ദേഹം പ്രാണമപീന്ദ്രിയാണി വിചരാം ബുദ്ധിം ച ശൂന്യം വിദോ ശ്രീബാലാന്തജടോമാസ്യമിതി കാന്താപൃശംവാദിന മായാശക്തിവിലാസകൽപിതമഹാവ്യാമോഹസംഹാരിണി തസ്മൈ ശ്രീഗുരുമൂർത്തേ നമഃ ശ്രീദക്ഷിണാമൂർത്തേ രാഹുവ്യർച്ചദിവാകരേന്ദുസദൃശോ മായാസമാച്ഛാദനാത് തന്മാത്രകരണോപസംഹരണതോ യോഗോ സുഷുപ്തപുമാൻ പ്രാഗപ്യസ്മിതി പ്രബോധസമയെ പ്രത്യഭിജ്ഞായതേ തസ്മൈ ശ്രീഗുരുമൂർത്തേ നമഃ ശ്രീദക്ഷിണാമൂർത്തേ രാജ്യാദിഷു വിജാഗ്രതാദി സദാ സർവാസ്വവസ്ഥാസ്വപി വ്യാവൃത്താസുവർത്തമാനമഹമിത്യന്തഃസ്ഫുരന്തം സദാ സ്വാത്മാനം പ്രകടീകരോതി സജതാം യോ ഭദ്രയാ മുദ്രയാ തസ്മൈ ശ്രീഗുരുമൂർത്തേ നമഃ ശ്രീദക്ഷിണാമൂർത്തേ വിശ്വം പശ്യതി കാര്യകാരണതയാ സുസ്വാമി സംബന്ധത ശിഷ്യാചാര്യതയാ സദൈവ പിതൃപുത്രാധ്യാത്മനാ ഭേദത സ്വപ്നേ ജാഗൃതി വായേഷ പുരുഷോ മായാ പരിഭ്രാമിത തസ്മൈ ശ്രീഗുരുമൂർത്തേ നമഃ ശ്രീദക്ഷിണാമൂർത്തേ പൂരം വാസ്യുനിരോ കർമ്മനാഥോ ഹിമാംശു പുമാൻ വിദ്യാപാദിചരാചരാത്മകമിദം യശൈവം യക്ഷകം നാന്യത്കിഞ്ചനമിത്യദേവിമുച്യതാം യസ്മാത് പരസ്മാത് വിഭോ തസ്മൈ ശ്രീഗുരുമൂർത്തേ നമഃ ശ്രീദക്ഷിണാമൂർത്തേ സർവാത്മത്വമവൃതം തേനാസ്യ ശ്രവണാത്തമനനാത് ധ്യാനാച്ച സങ്കീർത്തനാത് സർവാത്മത്വമഹാവിഭൂതിസഹിതം സ്യാദീശ്വരത്വം സ്വധാ സിദ്ധേ തത്പുനരത്തദാ പരിണതം ചക്ഷേയമവ്യാഹതം. നമ്മളെവിടം വരെയാണ് എടുത്തത് മുമ്പ് എന്നൊരു ഓർമ്മയുണ്ടാവുമോ? ശാന്തി മന്ത്രം തീർന്നിരുന്നോ? ഒന്നാം ശ്ലോകം തുടങ്ങിയോ? തുടങ്ങി കുറച്ചായോ? അതോ ജസ്റ്റ് തുടങ്ങിയുള്ളോ? ഇല്ല, ഒന്നാം ശ്ലോകം എൻ്റെ ഇടയാളം അനുസരിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. തുടങ്ങിയുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ശാന്തി മന്ത്രമാണ് നമ്മൾ ചൊല്ലിയത്. ഉപസർഗങ്ങളുടെ ശാന്തിയാണ് ശാന്തി എന്നാണ് പത്മപുരാണാദികൾ പറയുന്നത്. ഉപസർഗങ്ങൾ അസത്യം, ലോഭം, നരാപരാധം തുടങ്ങിയവയൊക്കെയാണ് ഉപസർഗ നിർവചനം.
ആ ഉപസർഗങ്ങളെല്ലാം ആരൊരുവനിൽ ശാന്തമാകുന്നു അയാൾക്കാണ് ശാന്തി ലഭിക്കുന്നത്. ഉപസർഗങ്ങൾ 3 വിധത്തിലുള്ള അശാന്തിയെയാണ് ഉണ്ടാക്കുന്നത്. ഒന്ന് ആദി ബലപ്രവൃത്തം, ജന്മബലപ്രവൃത്തം, ദോഷബലപ്രവൃത്തം എന്നിവയടങ്ങുന്ന ആധ്യാത്മിക ദുഃഖങ്ങൾ ഉപസർഗങ്ങൾ കൊണ്ടുണ്ടാകുന്നതാണ്. അതുകൊണ്ടാണ് ശാന്തി ആഗ്രഹിക്കുന്നവൻ ജീവിക്കാൻ തുടങ്ങുമ്പോൾ 2 തലങ്ങളെ തിരിച്ചറിയണം. പഠിപ്പിച്ചത് മൊത്തം സംഗ്രഹിച്ച് പറയുന്നതാണ്. അത് ഓർത്തുകൊണ്ട് വേണം ഉപനിഷത്തിലേക്ക് പ്രവേശിക്കാൻ. തലയിലെപ്പോഴും അതുണ്ടാവണം. ഉപനിഷത്ത് പഠിക്കുമ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏതോ അജ്ഞേയമായ അനിർവചനീയമായ കാരണം കൊണ്ട് ബ്രഹ്മഭാവത്തിൽ നിന്ന്, അറിവിൽ നിന്ന് വേർപെട്ടു. കുറെ ഉത്തരദായിത്വം കൊണ്ട്, കുറെ അജ്ഞാനം കൊണ്ട്, കുറെ അവിചാരിതമായി, ഇങ്ങനെ പലതരത്തിൽ അതിനെ വ്യാഖ്യാനിക്കാം. ഉത്തരദായിത്വം മനു, അവതാരമൂർത്തികൾ മുതലായവരുടേതാണ്. ഒരു കൃത്യമായ തലത്തിൽ ലോകത്ത് അവതരിക്കുന്നവരാണ്. അവരെ മാറ്റി നിർത്തിയാൽ മനുഷ്യർ അവർക്ക് തന്നെ അജ്ഞേയമായ വാസന കൊണ്ടാണ് ഈ സംസാര സാഗരത്തിൽപ്പെട്ട് ഉഴലുന്നത്. അതിനെ വീണ്ടും സംസാര ചക്രത്തിലേക്ക് കൊണ്ടുപോകുന്നത്, ജനിമരണങ്ങളുടെ ചക്രങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് വാസനകളാണ്. ഈ വാസനകൾ ഒരു ഭാഗത്ത്, അതിൽ നിന്ന് മോചനം നേടി പഴയ ആനന്ദം അനുഭവിക്കണം എന്ന നിർബന്ധമുണ്ടാകുന്ന ജിജ്ഞാസ വേറൊരു ഭാഗത്ത്. ജിജ്ഞാസയും വാസനയും തമ്മിലുള്ള നിരന്തരമായ സംഘർഷമാണ് ഒരളവിൽ സാധക ജീവിതം. സാധകന്മാർക്കു വേണ്ടിയുള്ള അവന്റെ പരമ്പരാശ്രിതമായ സാധകൻ എന്ന് പറയുമ്പോൾ സാധനയിൽ ഇത്രയേറെ ഉപസർഗങ്ങൾ ഉണ്ടാവുകയും അത് ശാന്തമാകാതിരിക്കുകയും ചെയ്യുന്നതിന് കാരണമായിത്തീരുന്നത് ആധ്യാത്മികങ്ങൾ, ആദിഭൗതികങ്ങൾ, ആദിദൈവികങ്ങൾ എന്ന 3 തലങ്ങളാണ്. അതിലെ ആധ്യാത്മികമാണ് ജന്മബലപ്രവൃത്തം, ആദിബലപ്രവൃത്തം, ദോഷബലപ്രവൃത്തം. ആദിഭൗതികമാണ് സംഘാത ബലപ്രവൃത്തം. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. എങ്കിലും നിങ്ങൾക്കൊന്ന് ഓർക്കാൻ വേണ്ടി പറഞ്ഞു. ഈ ഉപസർഗങ്ങളെല്ലാം ശാന്തമാകുമ്പോൾ അനേക തലമുറകളിലൂടെ ജീവിച്ച ഒരു ജീവിതം എടുക്കുമ്പോൾ വ്യക്തി എന്ന തലത്തിൽ വ്യക്തമായി നിൽക്കുന്നതിൻ്റെ പിന്നിൽ ഒരവ്യക്തമുണ്ട്. എങ്ങനെയാണ് വ്യാകൃതമായി ബ്രഹ്മം ഇതെല്ലാമായി തീർന്നത്? ബ്രഹ്മത്തിന്റെ വികാരമാണ് ഈ കാണുന്നതെല്ലാം. അപ്പൊ അത് തിരിച്ച് ശാന്തമാകുന്നത് അനേക തലമുറകളോളം നീണ്ട തൻ്റെ ജീവിതം ശാന്തമാവുമ്പോഴാണ്. അല്ല താൻ മാത്രം ശാന്തമാവുമ്പോഴല്ല. ഏതൊക്കെ കാണേണ്ടി വരുന്നു, ഏതൊക്കെ കേൾക്കേണ്ടി വരുന്നു, ഏതൊക്കെ അറിയേണ്ടി വരുന്നു, അവിടെയെല്ലാം വാസന സങ്കല്പങ്ങളെ ഉണ്ടാക്കുമ്പോൾ അശാന്തമാവുന്നു. ഏതെല്ലാം കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്നു അവ തൻ്റെ സങ്കല്പം പോലെ തന്നെ അവയിൽ സങ്കല്പമുണ്ടെന്നും അവയുടെ സങ്കല്പത്തെയും തൻ്റെ സങ്കല്പത്തെയും വ്യാവഹാരിക സത്യമെന്ന നിലയിൽ, പ്രാതിഭാസിക സത്യമെന്ന നിലയിൽ നിയന്ത്രിക്കുന്നത് ഏകവും അദ്വയവുമായ ബ്രഹ്മമാണെന്നും തിരിച്ചറിയുമ്പോൾ മോചനം മെല്ലെ തുടങ്ങും. തിരിച്ചറിയുന്നതുവരെ മോചനം തുടങ്ങില്ല. ഇതിനുള്ള സാധനയാണ് ആശ്രമധർമ്മങ്ങളും വർണ്ണധർമ്മങ്ങളും. എല്ലാവർക്കും ഉള്ളതല്ല.
സാധകന്മാർക്ക് മാത്രമുള്ളതാണ്. ഇതിലേതിനെ നിഷേധിക്കുമ്പോഴും സാധന പൂർത്തിയാവില്ല. കാരണം വാസന അധിഷ്ഠിതമായി മാത്രമാണ് ഇതെല്ലാം പോകുന്നത്. ഇതിന്റെ പോക്കില് ഒരു ഗുരുകുലത്തിലെത്തി പഠിക്കാൻ തുടങ്ങുമ്പോൾ ശാസ്ത്രങ്ങൾ കൃത്യമായി പഠിച്ച് പൂർണ്ണതയെത്തി പഠിച്ചു എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഒരു ശൂന്യത അനുഭവപ്പെടും. ആ ശൂന്യത അനുഭവപ്പെടുന്നത് ഞാൻ ഒറ്റയ്ക്ക് സുഖിയല്ല എന്നുള്ളതാണ്. അപ്പോഴാണ് ബ്രഹ്മചാരി ഗാർഹസ്ഥ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. വീണ്ടും ശൂന്യത അനുഭവപ്പെടും. 1-2 കൊല്ലത്തിനകം 2 പേരിരുന്നാലും ശൂന്യത വീണ്ടും അനുഭവപ്പെടും. അപ്പോഴാണ് എനിക്കൊരു പുത്രൻ ഉണ്ടാവണം എന്ന ആഗ്രഹം വരും. ഉണ്ടായിക്കഴിഞ്ഞാലും വീണ്ടും പുത്രന് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ ധനം ആവശ്യമായി. ധനം ഉണ്ടായിക്കഴിഞ്ഞാൽ പുത്രേഷണയേക്കാൾ അനന്തമായി വരുന്നതാണ് വിത്തേഷണ. പുത്രേഷണ ശാന്തമാവും, വിത്തേഷണ ശാന്തമാവില്ല. പുത്രേഷണയേക്കാളും വിത്തേഷണയേക്കാളും അനന്തമാണ് ലോകേഷണം. ഈ 3 ഏഷണങ്ങളും ശാന്തമാകുമ്പോഴാണ് ശാന്തി ലഭിക്കുന്നത്. ഇതിനെ അവലംബിച്ചുകൊണ്ട് ഏഷണാത്രയങ്ങളുടെ നിർമാർജനം സാധകന് ലഭിച്ച് ആത്മമോക്ഷത്തിനായിക്കൊണ്ട് ഈശാവാസ്യം തുടങ്ങുന്നു. നിങ്ങളുടെ കയ്യിലുള്ള മൊബൈലെല്ലാം ഓഫ് ചെയ്ത് വെക്കുക. അതല്ലെങ്കിൽ ബോക്സൊക്കെ വെച്ചിട്ടുണ്ട്, നിങ്ങൾ അവിടെ ഇരുന്ന് സുഖമായി കേൾക്കാം. അപ്പം നിങ്ങൾ വളരെ ഉത്തരവാദിത്തമുള്ളവരാണെങ്കിൽ ഫോൺ അവിടെ നിന്ന് എടുക്കുകയും ചെയ്യാം. തുടങ്ങും. അപ്പോൾ പുത്രേഷണ, വിത്തേഷണ, ലോകേഷണ, ഏഷണങ്ങളുടെ ശാന്തി. ഏഷണങ്ങളാണ് കർമ്മകലാപങ്ങളിലും അജ്ഞാനത്തിലുമൊക്കെ കൊണ്ട് മുട്ടിക്കുന്നത്. അതുകൊണ്ട് ഈശാവാസ്യത്തിലേക്ക് അതിനായി പ്രവേശിക്കാം. ഉപനിഷത്ത് ശ്ലോകമൊക്കെ ചൊല്ലിയതാണ്, അതിൻ്റെ അന്വയാർത്ഥങ്ങൾ പറഞ്ഞതാണ് എന്നൊക്കെ തന്നെയാണ് എൻ്റെ ഓർമ്മ. ഓം ഈശാവാസ്യമിദഗം സർവം യത്കിഞ്ച ജഗത്യം ജഗത് തേന ത്യക്തേന ഭുഞ്ജീത മാഗൃധ കസ്യ സിദ്ധനം. ജഗത്യാം യത്കിഞ്ച ജഗത് അസ്തി തദിദം സർവം ഈശാവാസ്യം തേന ത്യക്തേന ഭുഞ്ജീത കസ്യ സിദ്ധനം മാഗൃധ. ഇതാണ് ഒരു ദിശയിലുള്ള അന്വയം. കസ്യ സിദ്ധനം, ജഗത്യാം യത്കിഞ്ച ജഗദസ്തി തത് ഇദം സർവം ഈശാവാസ്യം. തേന തെക്തേന ഭുഞ്ജീത മാഗൃധ. ഇങ്ങനെ 2 തരത്തിൽ ഇതിന്റെ അന്വയങ്ങളുണ്ട്. ഒന്ന്, ഒരു സാധകൻ വിത്ത ഏഷണയിലേക്ക്, എല്ലാം വിത്തമാണ്, വിത്തമല്ലാതെ ഒന്നുമില്ല, മറ്റ് ഏഷണങ്ങൾ കൂടി വിത്തസാധ്യമാണ്. കർമ്മങ്ങളുടെ എല്ലാം സാധ്യത വിത്തം കൊണ്ടാണ്.
വിത്തമില്ലാതെ ഒന്നും സാധിക്കില്ല. അതാണ് എല്ലാവരെയും അലട്ടുന്ന പ്രശ്നം. അതാണ് ശാസ്ത്രമൊക്കെ പഠിക്കുമ്പോഴും പഠിച്ചു കഴിഞ്ഞവർക്കും ധനമില്ലാതെ എങ്ങനെ ഇതെല്ലാം സാധിക്കും? ധനം എവിടെ നിന്നുണ്ടാവും? സ്വന്തമാക്കിയാൽ മാത്രമേ സ്വന്തം വാസനകൾ സാധിക്കൂ. വാസനകൾ പൂർവ നിശ്ചിതങ്ങൾ, വർത്തമാന ഘട്ടത്തിൽ രൂപപ്പെട്ടവ, ഭാവിയിലേക്ക് നിലനിൽക്കുന്നവ. 3 തരം വാസനകൾ. പൂർവജന്മാർജിതമായി വന്ന വാസനകൾക്കുള്ളതെല്ലാം മാത്രമേ ഒരുവൻ കൊണ്ടുവരുന്നുള്ളൂ. ശ്രദ്ധിച്ചൊരാൾ ജീവിച്ചാൽ അവൻ്റെ പഠിപ്പ്, അവൻ്റെ അറിവ്, അവൻ്റെ രൂപപ്പെടൽ, അവൻ്റെ ആവശ്യങ്ങൾ ഇവയൊക്കെ പൂർവനിശ്ചിതങ്ങളും അതിന് സമഷ്ടി അവനോടൊപ്പം തന്നെ ആനന്ദിച്ച് ജീവിക്കുന്നതിന് പര്യാപ്തമായി അയത്നലളിതമായി അവയുടെയൊക്കെ ലഭ്യതയും ഒരുക്കി വച്ചിട്ടുണ്ട്. ഇത് വളരെ അപൂർവം ചിലർക്കേ അറിയുള്ളൂ. ഒരു വസ്തു എനിക്കുള്ളത് അവിടെ ഒരുക്കിയിട്ടില്ല, ആഗ്രഹം വരുന്നുവെങ്കിൽ അത് പൂർവനിശ്ചിതമല്ല. വർത്തമാനത്തിൽ ആരെയോ കണ്ടിട്ട്, ആരെയോ അനുകരിച്ചിട്ട്, ആരിൽ നിന്നോ കേട്ടിട്ട്, ആരുടെയോ സ്പർശം കൊണ്ട്, ശബ്ദസ്പർശ രൂപരസഗന്ധാതിരൂപമായ വിഷയ സാമീപ്യം കൊണ്ട് ഉണ്ടായതാണ് ആഗ്രഹം. അവ സമഷ്ടിയുമായി ചേർന്നു പോകുന്നവയല്ല. അതുകൊണ്ട് അശാന്തി തുടങ്ങുകയാണ്. അവിടെ അവയെ നേടുകയോ അവയെ സ്വീകരിക്കുകയോ ചെയ്യണമെങ്കിൽ ക്ലേശിക്കണം. ക്ലിഷ്ടവൃത്തികളായ അവിദ്യ, അസ്മിത, രാഗം, ദ്വേഷം, അഭിനിവേശം ഇവ ഉടലെടുക്കുകയും സാധനാതലത്തിൽ ഓരോരുത്തരുമിരുന്ന് അവനവനെ നോക്കിയാൽ അവൻ കൊണ്ടുവന്ന വാസനകൾക്കുള്ളത് ഒരുക്കി വെച്ചിരിക്കുന്നത് അങ്ങോട്ട് ചെന്ന് എടുക്കാനോ ഇങ്ങോട്ട് വന്ന് അത് അനുഭവിക്കുവാനോ ക്ലേശമേതുമില്ല. ക്ലേശവൃത്തികളുടെ വിനാശമാണ് സാധനയിൽ നിർവികൽപ്പത്തിലേക്ക് വ്യക്തിയെ എത്തിക്കുന്നു. നിർവികൽപ്പ സമാധിയിലും സർവവൃത്തി ശാന്തിയില്ല. എല്ലാ വൃത്തിയും അടങ്ങുന്നതാണ് സമാധി. യോഗ ചിത്തവൃത്തി നിരോധ. ഭാഷ്യകാരൻ വ്യാസൻ ചിത്തവൃത്തി നിരോധത്തിന് സർവവൃത്തി നിരോധം എന്നർത്ഥം പറഞ്ഞിട്ടില്ല. ക്ലിഷ്ടവൃത്തികളുടെ നിരോധം. ക്ലിഷ്ടവൃത്തികളാണ് അവിദ്യ, അസ്മിത, രാഗം, ദ്വേഷം, അഭിനിവേശം. ഒരു വൃത്തി സംജാതമാകുമ്പോൾ അഭിനിവേശം ഉണ്ടാകുന്നു അത് നേടാൻ. ആത്മാവിനെ മറക്കുന്നു, തന്നെ മറന്നു പോകുന്നു, കാലത്തെ മറക്കുന്നു, ദേശത്തെ മറക്കുന്നു. ഇതെല്ലാം മറന്ന വ്യക്തി ആധ്യാത്മികതയെന്നോ സാധനയെന്നോ ഒക്കെ പറഞ്ഞാലും അതൊന്നുമല്ലത്. കേവലം അഭിനിവേശം.
അപ്പൊ ഏതൊന്ന് ക്ലിഷ്ടവൃത്തികളില്ലാതെ യദൃച്ഛയാ ലഭിക്കുന്നു, ലോകത്ത് ഏത് വീടെടുത്താലും ഏത് വ്യക്തിയെടുത്താലുമുള്ള പരാതി, എത്രയോ ക്ലേശിക്കുന്നു, എന്നിട്ട് ഈ ലോകം നന്നാകുന്നില്ല. ലോകം നീ സൃഷ്ടിച്ചതല്ല. അതിങ്ങനെ പോകേണ്ടതാണ്. ലോകത്തിനു വേണ്ടിയല്ല നീ ജീവിക്കുന്നത്, നിനക്ക് മോക്ഷത്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത്. സാധകൻ ആദ്യം തീരുമാനമെടുക്കേണ്ടതാണ്. ഈ തീരുമാനമില്ലെങ്കിൽ നിങ്ങൾ ഈശാവാസ്യം പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ 10,000 ചോദ്യങ്ങളുണ്ടാവും. അവയ്ക്കൊന്നും ഉത്തരം പറയാൻ ഞാൻ സമർത്ഥനല്ല. എനിക്കറിയുന്ന വഴി ഇതാണ്, ആചാര്യന്മാർ പഠിപ്പിച്ചത് ഇതാണ്. ഏതൊന്ന് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നു, അത് നമുക്കുള്ളതാണ്. അവിടെ നമ്മൾ ക്ലേശിക്കേണ്ട ഒരു ആവശ്യവും വരുന്നില്ല. പറഞ്ഞാൽ മനസ്സിലായോന്നറിയില്ല. ഇതുവരെയുള്ള നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ ക്ലേശമുണ്ട് അതെല്ലാം നിങ്ങളും ചുറ്റുപാടുകളും തമ്മിലുള്ളതിൽ വേറെ എന്തിനോ ഒരുക്കി വെച്ച ചുറ്റുപാട്, പരധർമ്മം നിങ്ങൾ ആശ്രയിച്ചതിൻ്റെതാണ്. അതുകൊണ്ട് അസ്വസ്ഥത മാത്രമായിരിക്കും നിങ്ങളുടെ കാവൽ മാലാഖ. ഇത് വരാതിരിക്കണം എങ്കിൽ ആദ്യം വാസനയെ തിരിച്ചറിയണം. വാസന 3 തരത്തിലാണ് പ്രകടമാകുന്നത്: സ്വേച്ഛ, പരേച്ഛ, അനിച്ഛ. അനിച്ഛയാണ് ഏറ്റവും സുഖം. വാസന കുറെ കാലത്തെ സാധന കൊണ്ട് അനിച്ഛാപൂർവക വാസനകളുണ്ടാവും. അത് തന്നെ ബാധിക്കുന്നതേയല്ല. നടക്കുന്നതും ഇരിക്കുന്നതും എടുക്കുന്നതും കുടിക്കുന്നതും കിടക്കുന്നതും എല്ലാം തൻ്റെ ഇച്ഛയിലല്ലാതെ ജീവിക്കാൻ കഴിയുക. ഒരു കാര്യം ഓർത്തോണം, അവിടെ വ്യക്തിത്വം ഇല്ലാതാവും. കാരണം പരസ്പര വിരുദ്ധങ്ങളാണ് സ്വാഭിമാനം, വ്യക്തിത്വം, ഇവയുമൊക്കെ ചേർന്നു വരുന്ന ലോകവും അനിച്ഛാപൂർവക ലോകവും. അതുകൊണ്ട് അനിച്ഛ സാധനയായിട്ടെടുത്ത് ചെയ്യാൻ പറ്റുന്നതല്ല, സ്വാഭാവികമായി വന്നു ചേരേണ്ടതാണ്. അനിച്ഛാപൂർവം ചെയ്യാൻ ഒരുങ്ങിയാൽ നിങ്ങളിൽ വാസനയും നിങ്ങൾ ചെയ്യാനൊരുങ്ങുന്ന അനിച്ഛയും തമ്മിൽ സംഘർഷമുണ്ടാകും. അതൊരിക്കലും സമരസപ്പെട്ടു പോകില്ല. അവിടെ കുറെ കഴിയുമ്പോൾ ഹിംസയും രാഗദ്വേഷങ്ങളും ഒക്കെ ഉടലെടുക്കും. കാരണം നിങ്ങൾ അനിച്ഛയിൽ ചെയ്യുന്ന കാര്യത്തെ സഹായിച്ചില്ല എന്ന് വരുമ്പോൾ അത് അനിച്ഛയല്ല. മനസ്സിലായില്ല? നിങ്ങൾ അനിച്ഛാപൂർവം ചെയ്യുന്ന കാര്യത്തെ മറ്റൊരാൾ വിമർശിച്ചു എന്ന് വരുന്നത് സഹിക്കാതാകുന്നത് അനിച്ഛയല്ല. മനസ്സിലായില്ല? നിങ്ങൾ അനിച്ഛാപൂർവം ചെയ്യുന്നു എന്ന് വ്യാമോഹിക്കുന്ന ഒരു കാര്യത്തിന് പല വഴികളിൽ മറ്റുള്ളവർ തടസ്സമുണ്ടാക്കുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നത് അനിച്ഛയില്ലായ്മ കൊണ്ടാണ്. ഇച്ഛയെയാണ് പലപ്പോഴും നമ്മൾ അനിച്ഛയായി കണക്കിലെടുക്കുന്നത്. പുസ്തകത്തിൽ നിന്ന് പഠിക്കുമ്പോൾ അതുണ്ടാവരുത്. അതുകൊണ്ട് എളുപ്പമല്ല സാധന ചെയ്ത് അനിച്ഛയുണ്ടാകാൻ. അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത്
കാമ്യകർമ്മങ്ങളെ തിരിച്ചറിയുക. ഈശാവാസ്യത്തിൻ്റെ പ്രധാനമായ തലം ക്ലാസ്സിൽ 1-ാം ശ്ലോകം എടുക്കുമ്പോൾ പറഞ്ഞു വെച്ചിട്ട് പോയത് കാമ്യകർമ്മങ്ങൾ. ഇത് കാമ്യകർമ്മങ്ങളോട് ബന്ധപ്പെട്ട സംഹിതാഭാഗത്ത് വരുന്ന ഉപനിഷത്താണ്. അതിൽ നിന്നുകൊണ്ടാണ് നിഷ്കാമത്തിലേക്കും കർമ്മത്യാഗത്തിലേക്കും വ്യക്തി വളരുന്നത്. കാമ്യകർമ്മങ്ങൾ വൈദിക വിധിയനുസരിച്ച്, ശ്രൗതവിധി അനുസരിച്ച് കൃത്യമായി അനുഷ്ഠിക്കുമ്പോഴാണ് ശാന്തി ലഭിക്കുന്നത്, പരിത്യജിക്കുമ്പോഴല്ല. അതുകൊണ്ട് കാമ്യകർമ്മങ്ങൾ വാസനയിൽ രൂപാന്തരപ്പെട്ട, പൂർവവാസനയിൽ രൂപാന്തരപ്പെട്ടവ പറിച്ചെറിയരുത്. വിധിയാം വണ്ണം ചെയ്തു തീർക്കണം. വിധിയാം വണ്ണം ചെയ്തില്ലെങ്കിൽ കർമ്മ പരമ്പരയിൽ അത് നിങ്ങളെ കൊണ്ടെത്തിക്കും. വിധിയാം വണ്ണം ചെയ്താൽ മാത്രമേ കുറെ കർമ്മങ്ങൾ ശാന്തമാവൂ. അപ്പോഴാണ് അന്ധക്കരണം വിശുദ്ധമാകാൻ തുടങ്ങുന്നത്. അന്ധക്കരണം വിശുദ്ധമാകുന്നു എന്ന് വന്നാൽ ലോകവും നിങ്ങളും തമ്മിലുള്ള എല്ലാ സംഘർഷങ്ങളും അവിടെ അസ്തമിക്കും. അച്ഛനോട്, അമ്മയോട്, മക്കളോട്, സഹോദരങ്ങളോട് ഒക്കെ സംഘർഷമുണ്ടായിരിക്കുന്നു. അവർക്കാർക്കും എൻ്റെ ആധ്യാത്മികത ഇഷ്ടപ്പെടാതെ വന്നിരിക്കുന്നു, അവരാരും അംഗീകരിക്കാതെ വന്നിരിക്കുന്നു എന്ന പരാതികളാണ് പൊതുവെ ആധ്യാത്മിക ലോകത്ത് നിന്ന് കേൾക്കുന്നത്. നിരീശ്വരവാദികൾക്ക് നമ്മളുടെ ഈ പ്രവർത്തനമൊന്നും ഇഷ്ടപ്പെടാതെ വരുന്നു, അയൽവക്കംകാർക്ക് ഇഷ്ടപ്പെടാതെ വരുന്നു, പരിചയക്കാർക്ക് ഇഷ്ടപ്പെടാതെ വരുന്നു. ഈ പരാതികളുമായാണ് ഈ ക്ലാസ്സിൽ നിങ്ങളെല്ലാവരും വന്നിരിക്കുന്നത്. Am I right? അല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കയ്യൊന്ന് പൊക്കിയാൽ ഉപകാരം. അങ്ങനൊരു പരാതിയില്ല. ഈശാവാസി ഇനി പഠിക്കണ്ട എന്ന് മാത്രമാണ് എനിക്ക് അതിന് ഉത്തരം പറയാവുന്നത്. ജനറലി ഇതെൻ്റെ ഭർത്താവിന് ഇഷ്ടമല്ല, ഇതെൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടമല്ല. പറഞ്ഞിട്ട് കാര്യമില്ല സ്വാമിജി, അജ്ഞാനി സർവത്ര ബന്ധത്തിൽ കിടന്നുഴലുന്നു, ഇതൊക്കെ നിർത്താൻ പറഞ്ഞാൽ കേൾക്കില്ല. ആശ്രമങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ഗുരുവിനെ പറ്റി ശിഷ്യന്മാർക്കും ശിഷ്യനെ പറ്റി ഗുരുക്കന്മാർക്കും ഇത് തന്നെയാണ് അഭിപ്രായം. വ്യത്യാസമൊന്നുമില്ല. ലോകത്ത് എവിടെ നിങ്ങൾ ചെന്നാലും അതിൻ്റെ കാരണങ്ങളിലൊന്ന് ഇതാണ്. കാമ്യകർമ്മങ്ങളെ തിരിച്ചറിഞ്ഞ് സൗമ്യമായി, അതിന് വിധിയുണ്ട് എങ്ങനെ ചെയ്യണം. വിധിപൂർവമല്ലാതെ ഈ കർമ്മങ്ങളൊക്കെ ചെയ്താൽ തൃപ്തി വരില്ല. ഒരാഹാരത്തോടുള്ള നമ്മുടെ അമിതമായ ആർത്തി പോകുന്നത് വിധിയാം വണ്ണം ഇരുന്ന് ആ ആഹാരം ഒന്ന് കഴിച്ചു തീരുമ്പോഴാണ്. പിന്നെ അതിനോട് ആർത്തി ഉണ്ടാവില്ല. വിശപ്പിന് കഴിച്ചു എന്ന് വരും, അത്ര ഉണ്ടാവും. കുട്ടിക്കാലം മുതലേ അമ്മമാർ അതിന് വിധിയാം വണ്ണം ആഹാരം കൊടുത്ത് ശീലിപ്പിക്കും. അപ്പോൾ പ്രായമാകുമ്പോൾ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ കാണുന്നതെല്ലാം വലിച്ചുവാരി തിന്നണം, ഒരാർത്തി ഉണ്ടാവില്ല. മറ്റാർക്കെങ്കിലും കൊടുക്കുന്ന സമയത്ത് എനിക്കുണ്ടാകുമോ എന്നുള്ള സംശയവും വരില്ല. ഇന്ന് ഒരു കാര്യവും ആഹാര, നീഹാര, മൈഥുന, നിദ്രകളൊന്നും വിധിയാം വണ്ണമല്ലാത്തത് കൊണ്ടാണ് ആ രംഗങ്ങളിലെല്ലാം വ്യക്തിക്ക് സംഘർഷം ഉണ്ടാകുന്നത്. സ്വാഭാവികങ്ങളെന്ന് പറയുന്ന ആഹാര, നീഹാര, മൈഥുന, നിദ്രകളിലെല്ലാം ഇന്ന് അസ്വാഭാവികങ്ങളായ അശാന്തികളാണ് നിലനിൽക്കുന്നത്. ഇതിന് കാരണം സിദ്ധാവസ്ഥയിലുള്ളവൻ്റെ ചിന്തകളെ ഗ്രന്ഥശേഖരങ്ങളിൽ നിന്ന്
കുറുക്കു വഴികളിലൂടെ പഠിച്ച് വിധിയാം വണ്ണം കർമ്മം അവസാനിക്കാതെ സംഘർഷപൂരിതമായി വ്യക്തി വന്നു നിൽക്കുന്നു എന്നുള്ളതാണ്. എനിക്കും നിങ്ങൾക്കുമൊക്കെ പറ്റുന്ന അബദ്ധമാണിത്. കാമ്യകർമ്മങ്ങൾ വിധിയാം വണ്ണം ചെയ്ത് അന്തഃകരണം വിശുദ്ധമാകുമ്പോൾ സ്വഭാവേന ഫലത്യാഗം വരും. കർമ്മത്യാഗം വരില്ല, ഫലത്യാഗം വരും. അവിടെ പിന്നെ കർമ്മം സ്വഭാവമായി തീരും. കർമ്മേന്ദ്രിയങ്ങളുടെ ശീലം അല്ലെങ്കിൽ സ്വഭാവമായി കർമ്മം നടക്കും. അതിൽ ജ്ഞാനേന്ദ്രിയങ്ങളോ മനസ്സോ കാര്യമായി പങ്കുവഹിക്കില്ല. ഈശാവാസ്യം ഈ ദിശയിലാണ് നമുക്കറിയുന്നത്. ഇതാണ് ഈശാവാസ്യ ഉപനിഷത്തിന്റെ പൂർവ്വപീഠിക. അതിനെ അടിസ്ഥാനപ്പെടുത്തി ഏഷണാത്രയങ്ങളിലേക്ക് ശ്രദ്ധിച്ച് പറയുന്നതാണ്. ഇനി നമുക്കതിനെ ഓരോരോ തലങ്ങളിൽ, പൂർവാചാര്യന്മാർ അനേക തലങ്ങളിൽ ഇതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. യത് കിഞ്ച ജഗത്യാം ജഗത് അസ്തി തദിദം സർവം ഈശാവാസ്യം. ഭൂമിയിൽ എന്തെല്ലാം ജഗത്തായി ചരാചരമായി ഉണ്ടോ തദിദം സർവം, അതെല്ലാം. ഇതം തത്, തദാകാരമായ ബ്രഹ്മത്തിനാൽ, ഈശനാൽ, ഈശ്വരനാൽ, അന്തരാത്മാവായ പരമേശ്വരനാൽ വാസ്യം, ആച്ഛാദനം ചെയ്യേണ്ടതാകുന്നു. സാധകനുള്ള നിർദ്ദേശമായി. ഒരു വൃത്തി അകത്തു നിന്ന് ഉണർന്നു വന്ന് ചോദിക്കും, ഇതെന്ത്? ശ്രദ്ധിച്ചാൽ കാണാം. ഇത് ഗോപാലൻ, ഇത് രാമൻ, ഇത് സീത, ഇത് പുസ്തകം, ഇത് കൊട എന്നൊക്കെയാണ് അതിനുത്തരം വരുന്നതെങ്കിൽ, അസ്ഥിഭാതി പ്രിയരൂപമായ ആത്മാവ് വാസനയാൽ ആച്ഛാദിതമായിട്ട് ഇതം വൃത്തി വിഷയാകാര വൃത്തിയായി, മനോവൃത്തിയായി, ബുദ്ധിവൃത്തിയായി, ചിത്തവൃത്തിയായി, പൂർവവാസനകളും വർത്തമാന വിഷയവും ചേർത്തുവച്ച് പോരായ്മകളുടെ ഒരു ലോകമുണ്ടാക്കും. ആത്മാവ് അധ്യസിക്കപ്പെടുകയും ആത്മവിസ്മൃതി വരികയും വിഷയസ്മൃതി ഉണ്ടാവുകയും വിഷയവുമായി അവൻ താതാത്മ്യപ്പെടുകയും ഇതം വൃത്തിയിലേക്ക് അഹംവൃത്തി കയറിക്കൂടുകയോ അഹംവൃത്തിയിലേക്ക് ഇതം വൃത്തി ചെന്നു ചേരുകയോ ചെയ്ത് സാഹചര്യങ്ങളും ജീവിതവും അശാന്തമായി തീരും. ഇത് സാധകനെ ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഇതെന്ത്? ഒരാഹാരം പോലും മതി. അത് മുമ്പിലേക്ക് വെക്കുമ്പോൾ കാണുമ്പോൾ തന്നെ പൂർവവാസന ഇതം വൃത്തിയോട് ചേർത്ത് ബുദ്ധിവൃത്തിയായി, ചിത്തവൃത്തിയായി, മനോവൃത്തിയായി രൂപാന്തരപ്പെടുമ്പോൾ മുമ്പിലിരിക്കുന്ന ആഹാരമോ അതിൻ്റെ സത്യതയോ വ്യാവഹാരിക സത്യതയോ മനസ്സ് അംഗീകരിക്കില്ല.
പ്രാതിഭാസികമായ ആ ആഹാരം മനസ്സായിത്തീർന്ന പ്രാതിഭാസികമായ ആഹാരവും വ്യാവഹാരികമായ ആഹാരവും താരതമ്യത്തിന് വിധേയമാവുകയും മനസ്സിന് പ്രിയപ്പെട്ട പ്രാതിഭാസിക ആഹാരമല്ല അതെന്ന് കണ്ടെത്തുകയും അത് അശാന്തിയെ ഉണ്ടാക്കുകയും എടുത്തെറിയുകയോ വഴക്കുണ്ടാക്കുകയോ പിരിയുകയോ ചെയ്യും. എല്ലാ മനുഷ്യനിലും നടക്കുന്നതാണ്. ഒരു സ്ഥലത്തിരിക്കാൻ ഒരു കസേര ഉണ്ടെങ്കിൽ ഇരിക്കാൻ താൽക്കാലികമായി വെച്ച കസേര ഇരിക്കാൻ ഉപയോഗിക്കുന്നതിന് പകരം പൂർവകാലത്തിരുന്ന് സുഖിച്ച കസേര പ്രാതിഭാസികമായി ഉണരുകയും മനോവൃത്തിയിൽ, ചിത്തവൃത്തിയിൽ, ബുദ്ധിവൃത്തിയിൽ അതിൻ്റെ കലവികൾ ഉണ്ടാവുകയും ഇരിക്കുന്ന കസേരയോട് താരതമ്യം ചെയ്യുകയും ഇരിക്കാൻ പറ്റാതാകുകയും ഇരിക്കപ്രതിയില്ലാതാകുകയും ഒടിച്ചോ പറിച്ചോ കളയുകയും വേറൊന്നിനാഗ്രഹിക്കുകയും ചെയ്യും. തികച്ചും മനസ്സിലാകുന്നുണ്ടോ എന്ന് നോക്കണം. അതുകൊണ്ട് സ്പീഡൊന്നും വേണ്ടെന്ന് തന്നെയാണ് ഇത്തവണയും എൻ്റെ തീരുമാനം. സ്പീഡ് വേണമെങ്കിലാവാം, കോഴ്സ് തീർത്ത് തന്നാൽ മതിയെങ്കിൽ. എവിടെ ചെന്നാലും ഉണ്ടാവും, ഏത് വ്യക്തിയെ കണ്ടാലും ഉണ്ടാവും. എൻ്റെ കൺമുമ്പിൽ കാണുന്ന ഓരോ വ്യക്തിയും എൻ്റെ പ്രാതിഭാസിക സത്യാവസ്ഥയ്ക്കനുസരിച്ച് ഇത്ര നീളത്തിൽ, ഇത്ര വണ്ണത്തിൽ, ഇന്ന രൂപത്തിൽ, ഇന്ന ശബ്ദത്തിൽ പറയുന്നവനായിത്തീർന്ന് ഇന്ന പോലെ പെരുമാറുന്നവനായി, ഇന്ന പോലെ കണ്ണു കാണിക്കുന്നവനായി, ഇന്ന പോലെ എന്നോട് ഇടപെടുന്നവനായി തീർന്നില്ല എങ്കിൽ ആ വ്യവഹാര സത്യത്തെ എൻ്റെ പ്രാതിഭാസികതയ്ക്ക് അംഗീകരിക്കാൻ പറ്റാതെ വരുമ്പോൾ വെറും പ്രാതിഭാസികതയിൽ മാത്രം നിലകൊണ്ടുകൊണ്ട് സംഘർഷമുണ്ടാക്കിയാണ് ഞാൻ ആത്മശാന്തിക്ക് ശ്രമിക്കുന്നത്. മനസ്സിലാവുമെന്നറിയില്ല. എൻ്റെ ഭാര്യ, എൻ്റെ കുട്ടികൾ, എൻ്റെ അച്ഛനമ്മമാർ, എൻ്റെ ബന്ധുജനങ്ങൾ, എൻ്റെ പരിചയക്കാർ, എൻ്റെ അധ്യാപകർ, എൻ്റെ ഗുരുക്കന്മാർ, ഞാൻ കാണുന്ന ആധ്യാത്മികതയുള്ളവർ, ഭൗതികതയുള്ളവർ, അവിടെയെല്ലാം ഈ ഇതം വൃത്തിയും അഹം വൃത്തിയും കലരുന്നുണ്ട്. ഭക്തി കൊണ്ട്, ജ്ഞാനം കൊണ്ട്, യോഗാചാരം കൊണ്ട് ഇതമായി വിലസുന്നതെല്ലാം ഏകമായ പരമ്പൊരുളാണ് എന്ന് തോന്നുകയോ നിർബന്ധപൂർവം സാധനയിൽ അതിനെ ഈശ്വരജ്ഞാനം കൊണ്ട് മൂടുകയോ ചെയ്താൽ അവിദ്യയും അസ്മിതയും രാഗവും ദ്വേഷവും അഭിനിവേശവും മറയുകയും അതിനോട് ഇടപെടാൻ പറ്റുകയും ചെയ്യും. അവിടെ സൗമ്യമായി, ശാന്തമായി വ്യാവഹാരിക സത്യങ്ങളെ വ്യാകൃതങ്ങളായ ബ്രഹ്മം വ്യാകരിച്ചുണ്ടായ സത്യങ്ങളെ മൂർത്തങ്ങളും അമൂർത്തങ്ങളുമായ ചിജ്ജടങ്ങളായ നശ്വരങ്ങളും അനശ്വരങ്ങളുമായ സേന്ദ്രിയങ്ങളും അനിന്ദ്രിയങ്ങളുമായ ഈ പദങ്ങളൊക്കെ ഋഷിമാർ ഉപയോഗിച്ചിട്ടുണ്ട്. ഭാഷ്യകാരനെ തൈത്തരീയത്തിലൂടെ കണ്ടാൽ ഇതിനെല്ലാം ഉത്തരവും. തൈത്തരീയ ആരണ്യകം പഠിച്ചിട്ട് വേണം ഈ ഉപനിഷത്തിലേക്ക് കയറുവാൻ. നമ്മൾ അങ്ങനെ അല്ലാതെ കയറുകയാണ്. അതുകൊണ്ടാണ് ഇതെല്ലാം ആനയിച്ചു കൊണ്ടുവരേണ്ടി വരുന്നത്. അന്നം മുതൽ അത്താവ് വരെയുള്ള സകലതും ഈശനാണ് എന്ന് കാണാൻ ശ്രമിക്കുക. ഈശ്വരനെ കൊണ്ട്
ആച്ഛാദിതമാക്കുക ജഗത്തിനെ. ഈശ്വരനെ കൊണ്ട് ആച്ഛാദിതമാക്കാൻ തടസ്സമാകുന്നത് ആ അധ്യാസമാണ്, വിഷയസ്വീകരണമാണ്. മുമ്പിലെത്തുന്ന വിഷയത്തെ ത്യജിക്കുക, ഈശ്വരനെ കാണുക. തേന, അതുകൊണ്ട് തെക്തേന, വിഷയത്തെ ത്യജിച്ച് ആത്മാവിനെ കൊണ്ട് രക്ഷിക്കുക. പാലയേഥ, ആത്മാവിനെ പാലിക്കുക. ആത്മാവിനെ പാലിക്കുന്നതിനു വേണ്ടിയാണ് ഈശാവാസ്യം, ഈശ്വരനെ കൊണ്ട് മൂടുന്നത്. എന്തിന് ഈശ്വരനെ കൊണ്ട് ജഗത്തിനെ മൂടണം? ആത്മാവിനെ പാലിക്കുന്നതിന് വേണ്ടി മൂടണം. പുഞ്ചീത പാലയേഥ, എന്നിട്ടിത് അനുഭവിക്കുമ്പോൾ ആത്മാവിനാൽ സന്തുഷ്ടനായിത്തീരും. ശബ്ദം എവിടുന്നെങ്കിലും കേൾക്കുകയാണ്, അത് എൻ്റെ ആത്മാവ് വ്യാകരിച്ചുണ്ടായ വ്യവഹാര സത്യമാണ് ആ കേൾക്കുന്നത്. അപ്പോൾ ഞാനത് കേൾക്കാൻ വാസനകൾ കൊണ്ട് ജനിച്ചു വന്നിരിക്കുന്നവനാണ്. മുഴുവൻ കേൾക്കുക. കേൾക്കുന്നു എന്ന് വരുമ്പോൾ തന്നെ അപ്പുറത്ത് ഈശ്വരനാൽ ആച്ഛാദിതമായി, അതുകൊണ്ട് പ്രശ്നം അവിടെ തീർന്നു. മനസ്സിലാവുമെന്നറിയില്ല. അതങ്ങനെ അല്ല കേൾക്കേണ്ടത് എന്ന് വരുമ്പോൾ വിഷയമായി. രണ്ട് സ്ഥലത്തും സംഘർഷമായി. വ്യവഹാരത്തെ തിരിച്ചറിയാതെ പലപ്പോഴും പ്രാതിഭാസികതയെയാണ് വ്യവഹാരമെന്ന് നിങ്ങൾ ധരിക്കുന്നത്. സത്യത്തിലെ ആത്മാവ് പാരമാർത്ഥിക സത്യമാണ്. മനസ്സിലായില്ല? അത് മാത്രമേ ഉള്ളൂ. സനാതനധർമ്മത്തിൻ്റെ ഉദ്ഘോഷങ്ങളിൽ ഏറ്റവും വലുതാണിത്. എല്ലാത്തിനെയും അതിന് സാംശീകരിക്കാൻ കഴിയുന്നത് പാരമാർത്ഥികം ഒന്ന് മാത്രമാണ് സത്യം, മാറ്റമില്ലാത്തത്, കാലത്രയേപി തിഷ്ഠതി എന്ന് അറിയുന്നത് കൊണ്ടാണ്. അറിഞ്ഞവൻ മാത്രമാണ് സനാതനധർമ്മി. അതിൽ നിന്നുണ്ടായതാണ് വ്യാവഹാരികമായ ഈ പ്രപഞ്ചം. അത് നിഷേധിക്കാതെ നിലനിർത്തുന്നത് പാരമാർത്ഥത്തെ അറിയുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഇതെല്ലാം വേണ്ടതാണ്. ഇങ്ങനെ ആത്മാവിനെ പാലിക്കണം. അങ്ങനെ വരുമ്പോൾ വിത്തം, ദാരം, ലോകം, ഈ മൂന്ന് ഏഷണകളിൽ ആഗ്രഹമില്ല. ഇത് മൂന്നെണ്ണേ ലോകത്തുള്ളൂ. ഈ മൂന്നെണ്ണത്തോടുള്ള അനുശീലനമാണ് സകല അഭിപ്രായ വ്യത്യാസങ്ങൾക്കും കാരണം. വിഷയരതി, വിഷയങ്ങൾ മൂന്നെണ്ണമാണ്. വിത്തേഷണ, ദാരേഷണ, അല്ലെ പുത്രേഷണ, ലോകേഷണ. അതുകൊണ്ട് എല്ലാ ജന്തുക്കളുടെയും ആത്മാവായി അന്തർഭാഗത്ത് വസിച്ചുകൊണ്ട് പ്രപഞ്ചത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന പരമേശ്വരനെ കൊണ്ട് പ്രപഞ്ചത്തിൽ കാണുന്ന സർവചരാചരങ്ങളെയും മറയ്ക്കുക.
ജലസമ്പർക്കം കൊണ്ടുരച്ച ചന്ദനമകിൽ മുതലായവ നുലവ് ഉണ്ടാവും, നുലവിച്ചു പോകും. അപ്പം സുഗന്ധമായ ചന്ദനം ദുർഗന്ധമായി മാറും. ഒരു പൂപ്പലിൻ്റെ മണം വരും. കണ്ടിട്ടുണ്ടോയെന്നറിയില്ല. വീട്ടിലൊക്കെ ഇങ്ങനെ അരച്ചു വെച്ചേക്കും. ബുദ്ധിയുള്ള അമ്മമാർ അരച്ചിട്ടത് കതകയിലോ ഭിത്തിയിലോ എറിഞ്ഞു പിടിപ്പിച്ചേക്കും. അപ്പം ജലം പോകുന്നതുകൊണ്ട് ഗന്ധം അവിടെ നിൽക്കും. മനസ്സിലായില്ല. പാത്രത്തിൽ ഉരച്ചാണ് വെക്കുന്നതെങ്കിൽ അതിലൊരു പൂപ്പൽ വരും. കണ്ടിട്ടില്ല? നുലവിക്കും. അത് വീണ്ടും ആ തടി നോക്കിയാലും ഉണ്ട്, തടിയിലും ഉണ്ടൊരു ശകലം നുലവിച്ചിരിക്കും, വെള്ളത്തിൻ്റെ സമ്പർക്കം കൊണ്ട്. വീണ്ടും ഉരച്ചാൽ അകത്തുനിന്ന് ഗന്ധം വരും. അപ്പൊ സ്വാഭാവിക സൗരഭ്യത്താൽ മറയ്ക്കപ്പെടുന്നത് പോലെ ചന്ദനത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് ഗന്ധം അതിനെ മറയ്ക്കുന്നത്. നമ്മുടെ ഉള്ളിൽ നിന്നാണ് ഈശ്വരഭാവം മാനവഭാവത്തെ, വിഷയഭാവത്തെ മറയ്ക്കേണ്ടത്. ഈ ഒരു അനുഗ്രഹം ലഭിച്ചാൽ എവിടെയും കയറാനുള്ള ലൈസൻസായി. ഇതില്ലെങ്കിൽ എവിടെ കയറിയാലും ദുഃഖം. മാറി മാറി പരീക്ഷിക്കുകയാണ്, ഒരു കാര്യമില്ല. ഒരുത്തനെ കണ്ടു അവനിൽ സുഖം ഉണ്ടാവുമെന്ന് വിചാരിച്ചു, ഒരുത്തിയെ കണ്ടു അവളിൽ സുഖം ഉണ്ടാവുമെന്ന് വിചാരിച്ചു, അതിനെ മാറ്റിയെടുത്തു, പരീക്ഷിച്ചു, അവിടെ ചെന്ന് നോക്കി, ഇവിടെ ചെന്ന് നോക്കി. അതിരിക്കെ നിയമപരമായി പറ്റുകയില്ലാത്തതുകൊണ്ട് ഏതെങ്കിലും ആത്മവിഷയകമായോ അല്ലാതെയോ ചെന്ന് അവിടെ കണ്ടുമുട്ടലും പരിപാടിയായി. ഇതൊന്നുകൊണ്ടും ഒരു ശാന്തിയില്ല. ഇത് ഈ അകത്തുനിന്നുള്ള ഗന്ധം ആത്മഗന്ധം കൊണ്ട് വിഷയങ്ങളെ മറയ്ക്കണം. അതാണ് ഇതിൻ്റെ രസം. പിന്നെ എന്ത് കളി കളിച്ചാലും സുഖമാണ്. ഒന്നും കളിച്ചില്ലെങ്കിലും സുഖമാണ്. അവിടെ ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടാവും, പിന്നെ കളിക്കുമോ? അതിനുത്തരമാണ് ഞാൻ രണ്ടുകൊണ്ടും പറഞ്ഞത്. അതെനിക്ക് പറയാൻ പറ്റില്ല. കളിയില്ലാത്ത ആചാര്യന്മാരുണ്ട്, കളിക്കുന്ന ആചാര്യന്മാരുണ്ട്. രണ്ടു കൂട്ടരെയും പാദസേവ ചെയ്യാൻ അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവർ കളിക്കുകയാണോ കളിപ്പിക്കുകയാണോ അതൊന്നും നമുക്കറിയില്ല. നല്ലത് കളിക്കുകയാണെന്നും കളിപ്പിക്കുകയാണെന്നും വിചാരിക്കുന്നതാണ് നമുക്ക് നല്ലത്. അവർക്ക് നല്ലത് ഏതാണെന്ന് നമുക്കറിയില്ല. അത് നമ്മുടെ ലുക്കൗട്ടല്ല. മനസ്സിലായി? അതാണ് അതിന് സിമ്പിൾ ഉത്തരം. കാരണം അവരവരുടെ കൂടെ നിൽക്കുന്നവരോട് ചിലപ്പോൾ കണ്ണടച്ച് കാണിക്കുന്നു. എന്നിട്ട് വരുന്നവനെ ഇട്ട് വട്ടം കറക്കുകയായിരിക്കും ചെയ്യുന്നു. മനസ്സിലായില്ലേ? അതുകൊണ്ട് ആചാര്യന്മാരെ പരീക്ഷിക്കാനൊന്നും പോവാതിരിക്കുക. അവനവൻ്റെ അകത്ത് നിന്ന് ഈ ചന്ദനത്തിൻ്റെ ഗന്ധം പോലെ ആത്മാവിൻ്റെ സുഗന്ധം കൊണ്ട് വിഷയലോകങ്ങളെ മറയ്ക്കാൻ ശ്രമിച്ചാൽ ആ സുഗന്ധം അനുഭവവേദ്യമാവും. അതനുസരിച്ച് ആനന്ദവുമുണ്ട്. എവിടെ ചെന്നാലും എങ്ങനെ കണ്ടാലും ആനന്ദം ഉണ്ടാവും. അതൊന്ന് മാറ്റിമറിക്കണമെന്ന് ഒരു തോന്നലും ഉണ്ടാവില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പൊ കർത്തൃത്വം, ഭോക്തൃത്വം മുതലായ ലക്ഷണങ്ങളോട് കൂടിയതും, ഞാൻ ചെയ്യുന്നു
അത് കർത്തൃത്വമാണ്. ഞാൻ അനുഭവിക്കുന്നു, അത് ഭോക്തൃത്വമാണ്. നാമം, രൂപം, ക്രിയ എന്നീ പേരുകളോടുകൂടിയതും ആണ് ഈ പ്രപഞ്ചം. അങ്ങനെയുള്ള പ്രപഞ്ചത്തിലുള്ള എല്ലാ വികാരങ്ങളെയും അവയാകെ പാരമാർത്ഥികമായ ഒരേ ഒരു ആത്മാവ് ആണ് എന്നുള്ള ഭാവന കൊണ്ട് മൂടണം. ചിലത് ആത്മാവാണ്, ചിലത് അനാത്മാവാണ്. ഇങ്ങനെ ചിന്ത വരുമ്പോഴാണ് അശാന്തി തുടങ്ങുന്നത്. അത് പലപ്പോഴും അസ്ഥിഭാതി പ്രിയരൂപമായ ആത്മാവിൻ്റെ പ്രിയരൂപം വിഷയങ്ങളിൽ പ്രതിഭാസിക്കുന്നതുകൊണ്ട് വാസനകരം. വഴക്കിന് കാരണം അതാണ്. ഉള്ളിൽ നോക്കണം, ആ ആളിനോടൊരു പ്രിയമുണ്ട്, അയാളുടെ അടുക്കലേക്ക് എന്ന് സംസാരിച്ചു. അപ്പുറത്തൊരാളിനോട് പ്രിയമില്ല, ചെന്ന് സംസാരിച്ചില്ല. പൂർവവാസനയ അയാൾക്കാണ് സംസാരം കേൾക്കാൻ ഇഷ്ടവും പ്രിയവും അയാളിൽ രൂപപ്പെട്ട് നിൽക്കുന്നത്. എൻ്റെ അടുക്കിലേക്ക് വരും, എന്നോട് സംസാരിക്കും, എന്നോടാണ് പ്രിയം എന്ന് അഭിമാനിച്ച ഒരാൾ നിൽക്കുന്നു. അത്രയൊന്നും പ്രിയമില്ലാതെ അപ്പുറത്തൊരാൾ നിൽക്കുന്നു, അയാളിൽ അപ്രിയമില്ല. പക്ഷെ അയാളോട് പ്രിയപ്പെടാനാണ് ഇവിടെ പ്രിയം. അതുകൊണ്ട് പോയി അയാളോട് സംസാരിക്കുന്നു. ഇവിടെ സംഘർഷം തുടങ്ങും. മനസ്സിലായില്ല? ഞാനാണ് പുറകെ നടന്നത്, ഞാനാണെല്ലാം വെച്ച് വിളമ്പി കൊടുക്കുന്നത്, ഞാനാണെല്ലാം ചെയ്യുന്നത്, ഞാനാണ് സേവിക്കുന്നത്, എന്നിട്ട് കണ്ടില്ലേ കാണിച്ചു കൂട്ടുന്നത്. അവിടെയാണ് പിന്നെ അവസാനം പറയുന്നത്, അമ്മയെ വിവാഹം കഴിച്ച് അമ്മയുടെ കൂടെ താമസിച്ചു, ഞാനങ്ങ് പോവുകയാണ്. കാരണം അമ്മയോടാണ് പ്രിയം. പറയരുതാത്തതാണ് പറയുന്നത്. അപ്പം മനസ്സിലായില്ല? ഇത്ര കാലമായി ഇവിടെ വന്ന് കിടക്കുന്നു, നിങ്ങളെ നോക്കി, നിങ്ങളുടെ പിള്ളേരെ നോക്കി, വെച്ചും വിളമ്പിയും, കുളിക്കാനും നേരമില്ല, ഇരിക്കാനും നേരമില്ല, തല ചീകാനും നേരമില്ല. ഞാനെങ്ങാനും ബ്യൂട്ടി പാർലറിൽ പോകുന്നുണ്ടോ, ഞാനെങ്ങാനും ഒന്ന് വേഷം കെട്ടി നടക്കുന്നുണ്ടോ, ഒരു അമ്പലത്തിൽ പോകുന്നുണ്ടോ, ഒരു പള്ളിയിൽ പോകുന്നുണ്ടോ, ഒരു കാര്യം ചെയ്യുന്നുണ്ടോ, എന്തിനെങ്കിലും എനിക്ക് നേരമുണ്ടോ? നിങ്ങളുടെ കാര്യം നോക്കി ഇങ്ങനെയെല്ലാം ചെയ്ത് ഇത്രയും കാര്യം ചെയ്തിട്ട് നിങ്ങൾ എന്നോട് ഇങ്ങനെ തന്നെ പെരുമാറും. ചെയ്യാൻ ഞാനും പ്രിയത്തിനൊരമ്മയും മോനും അമ്മയും കൂടെ അങ്ങ് ജീവിച്ചു, ഞാനങ്ങ് പോയ. റൈറ്റ്? ഇതിന്റെ കാരണം ഇതാണ്. ഇവിടെ എല്ലാം എന്നതാണ് അസ്ഥിഭാതി പ്രിയരൂപമായ ആത്മാവിനെ എല്ലാം കൊണ്ടങ്ങ് പോകും. എല്ലാത്തിനെയും ഈശനാൽ മൂടുക. അപ്പോൾ വാക്ക് മിതമായും സന്തോഷ സമന്വിതവും ആനന്ദപ്രദവുമായി വാക്കും മനസ്സും പ്രവൃത്തിയും രൂപാന്തരപ്പെടും. അപ്പോൾ അസ്ഥിതയെ അംഗീകരിക്കും. ഞാനിവിടെ ഉണ്ട് എന്നൊരുവൻ ബോധ്യപ്പെടുത്തുമ്പോൾ മനസ്സ് അംഗീകരിക്കും. അവൻ അവിടെ നിൽപ്പുണ്ട്, അവൻ ഞാൻ തന്നെയാണ്. ഹായ്, ഇത്രയും മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ഹായ്, കൂടുതലൊന്നും വേണ്ട. ആത്മാവിനോടുള്ള പ്രിയം ഒരു കടക്കൺ കോണുകൊണ്ട് തോന്നിപ്പിച്ചാൽ മതി, തീർന്നു, സംശയങ്ങൾ തീർന്നു. കാരണം അസ്ഥിഭാതി പ്രിയരൂപമാണ് ഈ സാധനം. അധ്യസിക്കുന്നത് ഏത് നിമിഷം അജ്ഞാനം കൊണ്ടാണെന്ന് നിശ്ചയില്ല. അധ്യസിച്ചതുകൊണ്ടാണ് പ്രിയം എന്നോട് വേണമെന്ന് തോന്നിയത്. അത് വിഷയപ്രിയമായി വളർന്നാൽ കാല ദേശ വസ്തു പരിച്ഛിന്നമാണ്. കാലദേശ വസ്തു പരിച്ഛിന്നമായാൽ വലിപ്പ ചെറുപ്പങ്ങൾ ഉണ്ടാവും, ജാതിനീതിയാദികൾ ഉണ്ടാവും.
പുരാണവും നവവുമാവും. ഇതൊക്കെ മനസ്സിലാവുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്ന് പറഞ്ഞാൽ പഴയ പരിചയം മടുത്തു, മനസ്സിലായില്ല. ആത്മാവിൻ്റെത് നിത്യനൂതനമാണ്. കുറേ കാലമായില്ലേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നും ചക്കക്കുരു മാങ്ങയും കൂട്ടി ഉണ്ണാൻ പറ്റുമോ? ഇതൊന്ന് മാറ്റിയെടുക്കണം. അത് പ്രിയപ്രിയങ്ങളിങ്ങനെ ഉണ്ടാവും. ഇങ്ങനെ വരാതിരിക്കണമെങ്കിൽ ആത്മാവിനെ മാത്രമേ കാണുന്നുള്ളൂ എങ്കിൽ നിത്യനൂതനമാണ്. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. പ്രായമായി, എന്നോട് സംസാരിക്കാൻ നേരെയില്ല, എന്നെ കണ്ടാൽ അത്ര ഇഷ്ടം വരുന്നില്ല. അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല. പണ്ടത്തെ പോലെ അല്ലല്ലോ ഞാനിപ്പോൾ ഇരിക്കുന്നത്. അതുകൊണ്ടല്ലേ അവർ വന്നപ്പോൾ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ ടീച്ചറെ വല്ലാതെ ചിരിക്കുന്നത്? പഴുത്ത പ്ലാവില വീഴുമ്പോൾ പച്ചപ്ലാവില നിന്ന് ചിരിക്കും. അതുകൊണ്ട് പച്ചപ്ലാവിലയോടൊക്കെയാണ് ആളുകൾക്ക് ഇഷ്ടം. ടീച്ചർ വല്ലാതെ ചിരിക്കുന്നു. ഏതൊക്കെയോ പ്രിയങ്ങളിലൂടെ പോകുന്നുണ്ടാവണം. ബൈക്ക് അതുകൊണ്ട് ഈ പ്രിയാപ്രിയങ്ങളെല്ലാം അങ്ങനെ വരുന്നതാണ്. അതില്ലാതിരിക്കുന്നത് നിത്യനൂതനമായ ആത്മാവിനെ ഒരു നോട്ടം കാണുമ്പോഴേ ഈ എലുമ്പും തൊലിയും എലുമ്പും എല്ലാം പൊഴിഞ്ഞു പോകണം. എന്നിട്ട് അന്നമയത്തിനും പ്രാണമയത്തിനും മനോമയത്തിനും വിജ്ഞാനമയത്തിനും അപ്പുറം ആനന്ദമയനായിരിക്കുന്ന ഒന്നിനെ കാണും. ഏത് ലോകത്ത് കാണുമ്പോഴും അതിൻ്റെ കോശം വിച്ഛേദിച്ച് ആനന്ദമയനെ കാണും. എനിക്ക് സംവദിക്കുവാൻ ഇതേ ഉള്ളൂ, ഇതാണ് എൻ്റെ സംവാദം, ബാക്കിയെല്ലാം വിസംവാദമാണ് എന്ന മട്ടിൽ ആനന്ദമയമായിരിക്കുന്ന ഒന്നിനോട് എപ്പോൾ അസ്ഥിഭാതി പ്രിയരൂപമായ തലം വരുന്നു, അതിനാൽ ആ ഈശനാൽ എപ്പോൾ അതിനെ ആച്ഛാദിതമാക്കുന്നു, അപ്പോൾ എളുപ്പമായി. പിന്നെ ഒന്നിനോടും അഭിപ്രായ വ്യത്യാസം. എല്ലാം ശരിയാണ് ആത്മദൃഷ്ടി, എല്ലാം തെറ്റാണ് വിഷയദൃഷ്ടിയിൽ. അതുകൊണ്ട് വിഷയദൃഷ്ടിയോട് നമുക്ക് താല്പര്യമില്ല. ഇങ്ങനൊരു കണ്ണ് ലഭിച്ചാൽ വിചാരിക്കുമ്പോൾ പോലും ശാന്തിയാണ്. ഇങ്ങനൊരു കണ്ണ് ലഭിച്ചില്ലെങ്കിൽ ഏത് വിചാരവും അശാന്തിയാണ്. എന്തിനാണ് ഈ ഓടുന്നത്? ഞാൻ അശാന്തിക്ക് വേണ്ടിയാണ് ഓടുന്നത്. അശാന്തി ഉണ്ടാക്കാനാണ് ഓടുന്നത്. എനിക്ക് മാത്രമല്ല, ലോകത്തിനും. എവിടെയാണ് ഒരിറക്ക് അശാന്തി ലഭിക്കുന്നത്, എവിടെയാണ് ഒരല്പം അശാന്തി ഉണ്ടാക്കാൻ കഴിയുന്നത്, എവിടെയാണ് അശാന്തി നിലനിർത്താൻ കഴിയുന്നത്, എവിടെയാണ് അശാന്തി ഉണ്ടാക്കി ചർച്ച ചെയ്യാൻ കഴിയുന്നത്, എങ്ങനെയാണ് ചർച്ച ചെയ്ത് അശാന്തിയെ വർദ്ധിപ്പിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന മാനസിക കാലത്തെയാണ് കലികാലമെന്ന് വിളിക്കുന്നത്. ഏതാണ്ട് അതിൻ്റെ ഇൻട്രഡക്ഷൻ കഴിഞ്ഞു. ഇതൊക്കെ ഞാൻ എടുത്തതാണ് കഴിഞ്ഞ തവണ. ഇതൊക്കെ വിശദമായി ഞാൻ പറഞ്ഞതാണ്. എല്ലാം ഈശ്വരമയമെന്ന് ഭാവിച്ച് പുത്രേഷണ, ദാരേഷണ, വിത്തേഷണ എന്ന 3 ഏഷണങ്ങളെയും ഉപേക്ഷിക്കുകയാണ് അധികാരം. ഇതിന് അധികാരിയാകുന്നത് അങ്ങനെയാണ്. പഠിക്കാൻ നിങ്ങളിൽ ആരോ ഒരാൾ
ആരോ ചിലർ ഇതിന് അധികാരി ആയതുകൊണ്ടാണ് നമ്മളിരുന്ന് ഇത് ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും അധികാരിയല്ല. വന്നാലും വരാത്തവർ തീർത്തും അധികാരിയല്ല. അധികാരി അല്ലാത്തവർ ഇരുന്നാലാണ് ശാന്തമായി ഇതിൻ്റെ ചർച്ച പോവുക. മനസ്സിലായില്ല? അതുകൊണ്ട് ഈ തുടക്കം നന്നായിരിക്കും. ഇനി നിങ്ങളിൽ അധികാരി അല്ലാത്ത ആളുകൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഇവരെയൊക്കെ വിളിച്ചുകൊണ്ട് വരും, അടുത്ത സെഷനിലേക്ക് വരും. അപ്പൊ ഇതിൽ വെള്ളം ചേരാൻ തുടങ്ങും. മനസ്സിലായില്ല? അങ്ങനെയാണ് ഈ പഠനം തന്നെ അസ്തമിച്ചു പോകുന്നത്. ഇത് എല്ലാവർക്കും ഉള്ള പഠനമൊന്നുമല്ല. ഇത് 1000 പേരെ ഒന്നിച്ചിട്ട് പഠിപ്പിക്കാവുന്നതല്ല. നേരിട്ട് പറഞ്ഞാൽ തന്നെ പറയുന്നവന് തന്നെ പറയുന്ന ഒരു നിമിഷത്തിൽ മനസ്സിലായാൽ പോലും പിന്നീട് ചിലപ്പോൾ മനസ്സിലാവില്ലാത്തതാണ്. പറഞ്ഞാൽ മനസ്സിലായില്ല. അതുകൊണ്ടാണ് ഇതെങ്ങനെ പഠിപ്പിക്കണമെന്ന് ഞങ്ങൾക്കറിയില്ല എന്നാണ് ആചാര്യന്മാർ തന്നെ പറഞ്ഞിട്ടുള്ളത്. മുന്നോട്ട് ചെല്ലുമ്പോൾ കേൾക്കാം. ഇത് ശുശ്രുമധീരാണാം ഏനസ്തത് വിചചക്ഷിരേ. വേറൊരിടത്ത് പറയുന്നത് ഏനസ്തത് വ്യാചചക്ഷിരേ. വളരെ കുറച്ച് ആളുകളെ ഉണ്ടാകാം. പ്രത്യേകിച്ച് ആനന്ദത്തിനാണ് ശ്രമിക്കുന്നത്. കാരണം ആനന്ദമഠമാണ്. മനസ്സിലായില്ല? ഇവിടെ ആനന്ദത്തിന് മാത്രമാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അസ്വസ്ഥതയ്ക്കും വിഷയത്തിനുമില്ല. അതുകൊണ്ട് ഒരു മാക്സിമം ഒരു 7 പേര്, അതിനകത്തൊരു 3 പേര് കേൾക്കുന്നവരും ബാക്കിയുള്ളവരും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നവരും, അതിൻ്റെ അകത്ത് നിന്ന് മനസ്സിലാകുന്ന ഒരാൾ, അത്രയൊക്കെ മതി. അതുകൊണ്ടാണ് സ്വാമിജി വിളിക്കുമ്പോൾ ഞാൻ ഓടി വരുന്നത്. അതുകൊണ്ട് ആണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ് മുമ്പിലേക്ക് വന്ന് ഉള്ള കസേര നിറച്ചിരുന്നു, വന്നവർ കേൾക്കുന്നവരായാൽ മതി എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ്. അപ്പൊ കാര്യം മനസ്സിലായോന്നറിയില്ല. അല്ല, പലവിധ കാര്യങ്ങളിൽ കിടന്ന് കെട്ടിമറിയുമ്പോൾ ഒരുപാട് കർത്തവ്യ കർമ്മങ്ങൾ മനുഷ്യന് കിടക്കുകയാണ്. അതിനിടയിൽ ഇങ്ങനെ വന്ന് ഇരുന്ന് കേൾക്കുക എന്ന് പറയുന്നതൊന്നും നടക്കുന്ന കാര്യമല്ല. എനിക്ക് വരാൻ പറ്റുന്ന പോലെ നിങ്ങൾക്ക് വരാനാവില്ല. കാരണം എന്താ വെച്ചാൽ എനിക്ക് വേറെ പണിയൊന്നുമില്ല. നിങ്ങൾക്ക് അടങ്ങാത്ത ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും ഒക്കെ കിടന്ന് കെട്ടിമറിയുമ്പോൾ നേരവും കാലവും ഒക്കെ കിട്ടണം. അത് മനസ്സിലായില്ല. എനിക്ക് പോരാൻ ഒരു തോളസഞ്ചി എടുത്ത് തോളയിലിടണം, അത്യാവശ്യം കുളിക്കാനൊരു തോളത്തും അംഗവസ്ത്രവും വേണം, ചാടി ഇറങ്ങണം, പോരണം. ഇത്ര മാത്രമേ ഉള്ളൂ. അത് നിങ്ങളുടെ തോന്നൽ മാത്രമാണ്. ഞാൻ ഒരു പണിയും ചെയ്യാറ്. അത് നിങ്ങൾ ആ പണി ചെയ്യുന്നതുകൊണ്ടാണ്. അതെ, എനിക്കൊരു പണിയില്ലാത്തതുകൊണ്ടാണ് എൻ്റെ കയ്യിൽ മൊബൈലോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ക്ലാസ്സിലേക്ക് പോയി പണി മാത്രമേ ഉള്ളൂ. വേറെ ലോകം ഒന്നും ഇടിഞ്ഞു വീഴുന്നതിനെ പറ്റി ഒരു ചിന്തയില്ല. അതെ, ക്ലേശവൃത്തികൾ ഇല്ല. ബാക്കി വൃത്തികളൊക്കെ ഉണ്ടാവും, ക്ലിഷ്ടവൃത്തികൾ ഉണ്ടാവരുത്.
അതുകൊണ്ട് പുത്രൈഷണ, ദാരൈഷണ, വിത്തൈഷണ എന്ന 3 ഏഷണങ്ങളെയും ഉപേക്ഷിക്കുകയാണ് അധികാരി. ലോകേഷണ എന്ന് പറയുന്നത് ഞാൻ അറിയപ്പെടണം. ലോകം ആത്മാവ് അറിയപ്പെട്ടിരിക്കുകയാണ് എല്ലാവരിലൂടെയും. അതിൽ പ്രത്യേകിച്ച് എന്നെ അറിയണം എന്ന് തോന്നുന്നത് ലോകത്തിൽ നിന്ന് വേർപെട്ട് നിൽക്കുന്നതുകൊണ്ടാണ്. ലോകത്തിൽ നിന്ന് വേർപെടുന്നു എന്ന് പറഞ്ഞാൽ ആത്മാവിൽ നിന്ന് വേർപെടുന്നു എന്ന് തന്നെ അർത്ഥം. 4 പേരുടെ മുമ്പിൽ എന്നെ ഒന്ന് അറിയണം. അവിടെ വരുമ്പോഴാണ് ക്ലാസ് എടുക്കാൻ വന്ന് കണ്ടില്ലേ കസേരയൊക്കെ കിടക്കുന്നത്. എൻ്റെ സംഘാടകരെ, വന്നിരിക്കുന്നവരെ ഒക്കെ ചീത്ത വിളിച്ച്, മനസ്സിലായില്ല. കാരണം ഞാൻ എവിടുന്നാ വരുന്നതെന്ന് അറിയാൻ വയ്യേ, എന്നെ അറിയില്ലേ. നേരം ഉണ്ടായിട്ട് വരുന്നതാണോ? ഇങ്ങനെയൊക്കെയുള്ള ചിന്ത തലയിൽ കയറുന്നത് ലോകേഷണ കൊണ്ടാണ്. അനന്തമാണ് ലോകേഷണയുടെ വസന, പോകാൻ പ്രയാസമാണ്. ദാരേഷണ കുറച്ച് പോകും, വയസ്സാകുമ്പോൾ എങ്ങനെയും പോകും. കാരണം ഇന്ദ്രിയങ്ങൾ സമ്മതിക്കാത്തതുകൊണ്ട് പോകും, ഒന്നും പറ്റിയില്ല. വിത്തേഷണ പിന്നെയും കുറെ കൂടെ നീളും. വിത്തേഷണയും കൂടെ ത്യജിച്ച് ലോകേഷണ നേടാൻ ശ്രമിക്കും. കാണാൻ പാടില്ലേ, സകലിൽ ഇറങ്ങി ഫ്ലക്സ് ബോർഡിൽ ഇരിക്കുകയാണ്. മനസ്സിലായില്ല. സകല ആളുകളും ചർച്ചകളിൽ വന്ന് നിറയുക. ഇതിൻ്റെയൊക്കെ കാരണം അതാണ്. അത് 3 ഉണ്ടെങ്കിൽ ഇതിനധികാരിയല്ല. അതുകൊണ്ട് എന്താണ് അധികാരം? അതവിടെ പറഞ്ഞിട്ടുണ്ട്. തേന തെക്തേന ഭുഞ്ചീത. ആ തെക്തേന എന്ന പദത്തിന്റെ അർത്ഥമാണ് ഏഷണ ത്യാഗം കൊണ്ട്. ഏഷണങ്ങളെ ത്യജിക്കുന്നതാണ് അവിടെ ത്യാഗം. മനസ്സിലായില്ല. ആത്മാവിനെ പാലിക്കുന്നത് ഏഷണത്യാഗം കൊണ്ടാണ്. ഏഷണങ്ങളാണ് ആത്മാവിനെ ബന്ധിക്കുന്നത്. പുത്രേഷണയും വിത്തേഷണയും ലോകേഷണയുമാണ് ആത്മാവിനെ ബന്ധിച്ചു നിർത്തുന്നത്. അപ്പൊ തേന തെക്തേന എന്നതുകൊണ്ട് തെക്തായ അല്ലെങ്കിൽ തെക്തമായ ആ പ്രപഞ്ചത്തെ കൊണ്ട്, പ്രപഞ്ചത്യാഗം കൊണ്ട് ആത്മാവിനെ രക്ഷിക്കണം എന്നെങ്ങനെയാ പറയുക? അതാണിനി ശാസ്ത്രീയമായി ചിന്തിക്കേണ്ടത്. അങ്ങനെ എങ്ങനെയാ പറയുക? കാരണം ത്യജിക്കാൻ പ്രപഞ്ചം ഇല്ല. ഇല്ലാത്ത പ്രപഞ്ചത്തെ എങ്ങനെ ത്യജിക്കും? കാരണം പ്രപഞ്ചം മായയാണ്. പിന്നെ അതിനെ എങ്ങനെയാ ത്യജിക്കുക? മാത്രമല്ല, ഏതെങ്കിലും കൊണ്ട് രക്ഷിക്കുക എന്ന് പറയുന്നതിന് പകരം ഉപേക്ഷിച്ച സാധനം കൊണ്ട് എങ്ങനെയാ രക്ഷിക്കുന്നത്? ചോദ്യം മനസ്സിലായില്ല. ഇങ്ങനെയൊക്കെ പഠിക്കുന്നത് ഇഷ്ടമാണോ? ആണേലേ അത്രയും വിസ്തൃതമായി പോകുന്നുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ ബുദ്ധിക്ക് തെളിമ വരുത്തുക എന്നുള്ളതാണ് ശാസ്ത്ര പഠനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നിങ്ങളെ മോക്ഷത്തിലെത്തിക്കുക എന്നുള്ളതൊന്നും ശാസ്ത്ര പഠനത്തിന്റെ ലക്ഷ്യമല്ല. ബുദ്ധിക്ക് തെളിമ കിട്ടിയാൽ ആ സൂക്ഷ്മ ബുദ്ധി കൊണ്ട് മിടുക്കൻ അവിടെ എത്തിക്കുകയുള്ളൂ. അല്ലാതെ ഗുരുക്കന്മാരാരും കൂടെ വരികയും കയ്യെ പിടിച്ചുകൊണ്ട് പോവുകയും അവിടെ കൊണ്ട് എത്തിക്കുകയും ഗുരുക്കന്മാർ ഈ പരിപാടിയൊക്കെ ചെയ്യുമെന്ന് വിചാരിച്ചാൽ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പറഞ്ഞ മനസ്സിലായില്ല. ആത്മാവിനെ ദർശിക്കുന്നത് സൂക്ഷ്മയാ സൂക്ഷ്മബുദ്ധി, ത്വഗ്രയാ ബുദ്ധ്യാ സൂക്ഷ്മയാ സൂക്ഷ്മബുദ്ധി, തു അഗ്രബുദ്ധി.
സൂക്ഷ്മബുദ്ധി, കുശാഗ്രബുദ്ധി. പരന്ന ബുദ്ധി കൊണ്ടൊന്നും കിട്ടില്ല. അതുകൊണ്ട് സൂക്ഷ്മബുദ്ധി ഉണ്ടെങ്കിൽ കയറിപ്പോകും. വജ്രസൂചി കയറിപ്പോകുന്ന പോലെ ആ ബുദ്ധി അങ്ങ് കയറിപ്പോകും. അതുകൊണ്ട് ആ ബുദ്ധിക്ക് തെളിമ ഉണ്ടാക്കണം എങ്കിൽ ഇതിന്റെ മീമാംസ നല്ല പോലെ പഠിക്കണം. അതിനാണ് പ്രപഞ്ചത്തെ കൊണ്ട് എങ്ങനെ രക്ഷിക്കും. കാരണം ഇവിടെ ഉത്തരം പറഞ്ഞിരിക്കുന്നത് തേന തെക്തേന തെക്തേന പ്രപഞ്ചത്യാഗേന. മനസ്സിലായില്ല? ത്യജിക്കാൻ അവിടെ പ്രപഞ്ചമുണ്ടോ? 2, ത്യജിച്ച ഒന്നുകൊണ്ട് എങ്ങനെയാണ് രക്ഷിക്കുന്നത്? മനസ്സിലായോന്നറിയില്ല. ശ്രുതി പഠിക്കുമ്പോൾ ഈ ചോദ്യമൊക്കെ വരും. ഉപേക്ഷിക്കപ്പെട്ട പ്രപഞ്ചം ആത്മാവിനെ രക്ഷിക്കുന്നില്ല. അത് ത്യാഗത്താൽ എന്നാണ് അർത്ഥം. ത്യാഗം കൊണ്ട്, പ്രപഞ്ചം കൊണ്ടെന്നല്ല. മനസ്സിലായില്ല? ത്യാഗം കൊണ്ട്. ത്യജിക്കുമ്പോൾ അധ്യാസം നിൽക്കുന്നത് കൊണ്ട്. അതാണ് ആ സൂക്ഷ്മമായി മനസ്സിലാക്കേണ്ടത്. ഒന്ന് സ്വീകരിക്കുമ്പോൾ അതിനോട്, ആ വിഷയത്തോട് മമത വരികയും അതിൽ ബന്ധിക്കുകയും അതിൻ്റെ വേർപാടിൽ, അതിൻ്റെ നാശത്തിൽ, അതിൻ്റെ പരിണാമത്തിൽ ദുഃഖിക്കുകയുമാണ്. 2 പ്രക്രിയ ഇവിടെ നടക്കുന്നത്. ഒന്നിലേക്ക് ചെന്ന് ബന്ധിക്കുന്ന പ്രക്രിയ. മനസ്സിലായില്ല? ഒന്നിലേക്ക് ചെല്ലാതിരിക്കുന്ന പ്രക്രിയ. കർത്തവ്യ കർമ്മങ്ങളെ ചെയ്തുകൊണ്ട് ഒന്നിലേക്കും ചെന്ന് ബന്ധിക്കാതിരിക്കുക. ഞാൻ അതിലുണ്ട്, ഞാൻ ഇതിലുണ്ട്, ഞാൻ മറ്റതിലുണ്ട് എന്ന് പറയാനാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. മനസ്സിലായില്ല? ഇതെല്ലാം ബന്ധിക്കാനാണ് ഇഷ്ടം. അവിടെ ഞാനുണ്ട്, പിന്നെ അവിടെ ഞാനില്ലാതെ നടക്കുമോ? എന്നെ കൊണ്ടാണ് അത് നടക്കുന്നത്. നിങ്ങൾ എന്തായി പറയുന്നത്? അവിടെ ഞാനല്ലേ ഇത് മുഴുവൻ ചെയ്തത്, കൊടുത്തത്. അവിടെയോ ഞങ്ങൾ എത്ര കൊല്ലമായി പരിചയമുള്ളവരാണ്. അയാൾ ഇന്ന് കാണിക്കുന്നതെല്ലാം ഞാൻ കൊടുത്തതല്ലേ. ഇത് മുഴുവൻ മനസ്സ് ഓർത്തു വെച്ച് മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കണം. ഒരു സ്ഥലം തൂത്തുവാരുന്നത് മുതൽ അത് വളർത്തിക്കൊണ്ടിരുന്നത് വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഞാൻ ബന്ധിച്ചു നിൽക്കുമ്പോൾ ത്യാഗം അസാധ്യമാണ്. അതിൽ ബന്ധിച്ചു നിൽക്കുമ്പോൾ ബന്ധിക്കാത്തതിൻ്റെ വളർച്ചയിൽ ദുഃഖമുണ്ടാവും. ശരിയല്ല? ബന്ധിച്ചതിൻ്റെ നഷ്ടങ്ങളിലും ദുഃഖമുണ്ടാവും. അപ്പോൾ ബന്ധിക്കാതിരിക്കുന്ന പ്രക്രിയ, അതായത് ത്യാഗം. ത്യാഗത്താൽ ആത്മാവിനെ രക്ഷിക്കുക. ഏഷണങ്ങൾ ഉപേക്ഷിച്ചാൽ അന്യന്റെയോ തൻ്റെയോ ധനം ആഗ്രഹിക്കുന്നില്ല. അവിടെ സ്വിത്ത് എന്ന നിപാതം, അതിനപ്രകാരം പറഞ്ഞാൽ അർത്ഥമില്ലാതാവും. അതുകൊണ്ടാണ് ചില ആചാര്യന്മാർ ധനം ആരുടേതാണ് എന്ന ആക്ഷേപാർത്ഥത്തിൽ പറയുന്നത്.
ആരുടെയുമല്ല. എല്ലാം താനും തൻ്റേതുമായാൽ ആപ്തകാമനായി, പിന്നെ ആഗ്രഹിക്കാനൊന്നുമില്ല. അല്ല. എന്തുകൊണ്ടെന്നാൽ, കാരണം നിങ്ങൾ സ്വാഭാവികമായി ബന്ധിക്കാതിരിക്കുന്നുവെന്ന് പോലും നിങ്ങൾ അറിയുന്നില്ല. ക്ലിയറായി? അതുകൊണ്ട് അവിടെ തെക്തേന എല്ലാം എൻ്റെയാണ്, എല്ലാം ഞാനാണ് എന്ന തലത്തിലേക്കൊരറിവ് വരുമ്പോൾ ആൾ ആപ്തകാമനായി. ആപ്തകാമനായാൽ വസ്തുവിലുള്ള ശ്രദ്ധ പോയി. വസ്തുവിനെ ശ്രദ്ധിക്കുന്നതും ദുഃഖിക്കുന്നതും എൻ്റെ അല്ലെന്നും എൻ്റെ ആവണമെന്നും ഉള്ള സംഘർഷത്തിലാണ്. നിങ്ങളുടേതായിക്കഴിഞ്ഞ ഒന്നിനെക്കുറിച്ചും നിങ്ങൾക്ക് ഓർമ്മയില്ല. നിങ്ങളുടേതായിക്കഴിഞ്ഞ ഒന്നും നിങ്ങൾക്ക് ഉപയോഗമില്ല. നിങ്ങളുടേതായിക്കഴിഞ്ഞ ഒന്നും നിങ്ങളോട് ചേർന്നവരെടുത്ത് ഉപയോഗിക്കുമ്പോൾ അസ്വസ്ഥതയില്ല. നിങ്ങളുടേതായിട്ടില്ലാത്ത, നിങ്ങളുടേതാകാൻ ആഗ്രഹിക്കുന്ന, നിങ്ങളുടേതാക്കാൻ വെമ്പുന്ന വസ്തുക്കളിൽ മാത്രമാണ് സംഘർഷം. അയൽവക്കത്തെ പറമ്പിൽ വേണ്ടതിനെ കുറിച്ചൊക്കെയാണ് നിങ്ങൾ ചിന്തിച്ച് ബേജാറാകുന്നത്. മനസ്സിലായില്ല? അത് മേടിക്കുന്നതിനെ കുറിച്ചും അവിടെ പരിപാടികളൊക്കെ ചെയ്യുന്നതിനെ കുറിച്ചുമാണ് ചിന്തിക്കുന്നത്. നിങ്ങൾ മേടിച്ചിട്ട് 5 സെന്റേ ഉള്ളെങ്കിലും അവിടെ ചെയ്യുന്നതിനെ കുറിച്ച് ഇതുവരെ ചിന്തയില്ല. അത് സ്വന്തമായി കഴിഞ്ഞു. ശരിയല്ല? ശാന്തി മന്ത്രത്തിലെ 3 തരം ശാന്തിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും 3 ഏഷണകൾക്ക് ശാന്തിയും ഒരേ തരം ശാന്തിയാണോ? തീർച്ചയായും, 100%. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ നിങ്ങൾക്കൊരു ദിശാബോധമുണ്ടാകാൻ പറഞ്ഞു തന്നത്. ഉപസർഗങ്ങളുടെ ശാന്തിയാണ് ശാന്തി. ഉപസർഗങ്ങളെ വിസ്തരിക്കുമ്പോഴാണ് ആധ്യാത്മികവും ആദിഭൗതികവും ആദിദൈവികവുമായ അശാന്തികൾ വരുന്നത്. അതിൻ്റെ ഉൾപ്പിരിവുകളെല്ലാം പറഞ്ഞു തന്നത് അതുകൊണ്ടാണ്. പ്രായേണ ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം എന്നൊന്നിച്ച് പറയുകയും മാനസികം, ശാരീരികം എന്നൊക്കെ പറഞ്ഞു തരികയുമാണ് സ്വാഭാവികമായി ചെയ്യുന്നത്. ആം ഐ റൈറ്റ്? നമ്മളത് ഏറ്റവും വിശദീകരിച്ചെടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ധാരണ. ഒരു പക്ഷേ വളരെ വിസ്തൃതമായി അവിടെ എല്ലാം താനും തൻ്റേതുമായാൽ വേറൊന്നും ആഗ്രഹിപ്പാനില്ല. അപ്പൊ ഈ ശ്ലോകത്തിന്റെ പൂർവാർത്ഥം തത്വോപദേശവും തൃതീയ പാദം ജ്ഞാനത്തിൽ പക്വത വരാത്തവൻ അവയെ സന്യസിക്കേണ്ട ആവശ്യകതയും ചൂണ്ടിക്കാട്ടുന്നു. 4-ാം പാദം സന്യാസി ഇന്ന പ്രകാരത്തിലാവണമെന്ന ലക്ഷണമാണ്. 4 പാദങ്ങളാണ് ആ ശ്ലോകം. മനസ്സിലായി? അതിലെ 4 പാദങ്ങളെ എടുത്തു പറയുമ്പോൾ അതിൻ്റെ ആദ്യ പാദം തത്വോപദേശം. ഈശാവാസ്യമിതകം സർവം. അതതിൻ്റെ തത്വോപദേശമാണ്. അത് അനിഷേധ്യമാണ്. ഈശ്വരനെ കൊണ്ട് മൂടണം. അവിടെ തത്വോപദേശം പറഞ്ഞു. അത് കഴിഞ്ഞ് അത് 2
പാദങ്ങളിലാണ് പറഞ്ഞത്. ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത്. അത് പറഞ്ഞിട്ട് സന്യസിക്കാൻ പറഞ്ഞു. തേന തെക്തേന ഭുഞ്ചീത. ത്യാഗം സന്യാസലക്ഷണം. ആനന്ദം സന്യാസലക്ഷണം. ജ്ഞാനം സന്യാസലക്ഷണം. അല്ലാതെ ഈ ഭഗവ വസ്ത്രം സന്യാസലക്ഷണം എന്ന് പറഞ്ഞില്ല. മനസ്സിലായില്ല? അത് വേണം, അതൊക്കെ നല്ലതാണ്. അതൊക്കെ അതിൻ്റെ ബാഹ്യ രൂപങ്ങളാണ്. ഈശാവാസ്യം സന്യാസലക്ഷണത്തെ നിർവചിക്കുന്നത് ത്യാഗം കൊണ്ടാണ്. ഈ പ്രപഞ്ചം ദുഃഖമയമാണെന്നറിഞ്ഞ് പ്രവ്രജിക്കുന്നവൻ, ത്യജിക്കുന്നവൻ സന്യാസിയാവുന്നു. മനസ്സിലായില്ല? അത് 3-ാം പാദത്തിൽ പറഞ്ഞു. തേന തെക്തേന ഭുഞ്ചീത. അപ്പൊ ഈ ശ്ലോകത്തിന്റെ ആദ്യ ഭാഗം തത്വോപദേശവും തൃതീയ പാദം ജ്ഞാനത്തിൽ പക്വത വന്നില്ലെങ്കിൽ ത്യജിക്കേണ്ടതിൻ്റെ ആവശ്യകത. പക്വത വന്നാൽ പിന്നെ ഒന്നും ത്യജിക്കാനില്ല. ജ്ഞാനം പക്വമായാൽ എല്ലാം എൻ്റെ. അവൻ ചെല്ലുമ്പോൾ കണ്ടാലറിയാം അവൻ ഇരിക്കുന്നതൊക്കെ അവൻ്റെ സ്വന്തമാണ്. അങ്ങനെ നമുക്ക് ഇരിക്കാൻ പറ്റില്ലോ ഇടത്തി. എന്നാൽ നമ്മുടെ അല്ലെന്ന ബോധത്തോടെ ഇരിക്കാൻ പറ്റുള്ളൂ. ഒരു ഇരിക്കപ്പെടുത്തിയില്ലാത്ത ഇരിപ്പായിരിക്കും. ഇവിടുന്ന് പോകേണ്ടതാണെന്നും ഇന്നപ്പോൾ പോകണമെന്നും അതുവരെയുള്ള ഇരിപ്പേ ഉള്ളെന്നും ഇതൊന്നും എൻ്റെ അല്ലെന്നും ഇത് എനിക്ക് ആവുന്നില്ലെന്നും ഇവിടെ ഞാനൊന്നും ചെയ്യേണ്ടതില്ലെന്നും ഒക്കെയുള്ള മട്ടിലായിരിക്കുന്നത്. മനസ്സിലായില്ല? അതുകൊണ്ട് എൻ്റെ എല്ലാത്തരത്തുനിന്ന് കഴിക്കുമ്പോൾ, എൻ്റെ എല്ലാത്തരത്ത് ഉറങ്ങുമ്പോൾ, എൻ്റെ എല്ലാത്തരത്ത് പെരുമാറുമ്പോഴൊക്കെ വലിഞ്ഞു മുറുകലുണ്ട്. അപ്പൊ ഇടയ്ക്കൊക്കെ വഴക്കം ഉണ്ടാക്കും. കാരണം വെച്ചാൽ എൻ്റെ അല്ലല്ലോ. ചെല്ലങ്ങനെയല്ല, ചെന്ന് കയറുന്നതെല്ലാം തൻ്റെയാണ്. അവരെ തീരെ സഹിക്കാൻ പറ്റില്ല ഇത്തരക്കാർ. എൻ്റെ വീട്ടിൽ കയറി വന്ന് എൻ്റെ ഭാര്യയോട്, എൻ്റെ മക്കളോട്, എൻ്റെ വീട്ടിലെ ചെടികളോടൊക്കെ സ്വന്തം പോലെ പെരുമാറുക, ഇതത്ര നല്ല പരിപാടിയാണ്. മനസ്സിലായി? നീ ഒന്ന് ഓർക്കണം, ഞാനാ നിന്റെ ഭർത്താവ്, ഞാനാണ് നിന്റെ എല്ലാം. കുറെ നേരം അയാൾ വന്ന് കയറി എല്ലാം അങ്ങ് സ്വന്തമാക്കിയ പോലെ പെരുമാറി എനിക്കിത് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. ഭാര്യ ചോദിക്കുന്ന പിന്നെ നേരെ അങ്ങ് പറയത്തില്ല, അത് ഞാൻ പറഞ്ഞില്ലാത്തത് എൻ്റെ മാന്യത കൊണ്ടാണ്. അത് പകരമല്ല, അതുകൊണ്ടല്ല അങ്ങനെ പറയാത്തത്. കാരണം അവൻ്റെ അടുക്ക് ചെന്ന് പറയാൻ പറ്റില്ല, കാരണം അവൻ്റെ സ്വന്തമാണത്. പറഞ്ഞു മനസ്സിലായില്ല? അടുത്ത തവണയാട്ടെ ഞാൻ വരട്ടെ, ഞാനൊന്ന് പറയണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അടുത്ത തവണ വരുമ്പോ എന്താ ചെയ്യുന്നേ? ഇതൊക്കെ മറന്ന് പെരുമാറും. അപ്പൊ പെമ്പറന്നത്തി ചോദിക്കും, എന്താ പറഞ്ഞില്ലല്ലോ? അത് പിന്നെ അങ്ങനെയൊക്കെ പറയുന്നത് മോശമല്ലേ? മാത്രമല്ല, നിന്നെയും പിള്ളേരെയും ഓർത്ത് ഞാൻ പറയാത്ത, നിങ്ങൾക്ക് ബഹുമാനമുള്ള ഒരാളെ ഞാൻ മോശമാക്കിന്ന് നാളെ പറയാതിരിക്കാൻ ഞാൻ അങ്ങ് പെരുമാറുക. അല്ലെങ്കിൽ എനിക്ക് തരിച്ചു വരുന്നൊക്കെ ഉണ്ടായിരുന്നേ. അതാണ് ചില ആളുകൾക്ക് അതിനെ പറ്റും. അവർക്കുള്ളതല്ലേ ഈ സാധനം. അവിടെ എത്തിയില്ല എന്ന് വരുന്ന ആളുകളോടായി ത്യജിക്കാൻ പറയുന്നത്. ത്യജിച്ച പിന്നെ ഒന്നും ആരുടെയല്ല, എല്ലാം സ്വന്തം. ലോകം മുഴുവൻ സ്വന്തമാക്കി പോകുന്ന ആളുകൾ ഒരുപാടുണ്ട്.
കണ്ടിട്ടില്ല അവരെ വല്ലാത്ത സ്വന്തമായിട്ട് അങ്ങ് പോവുകയാണ്. ആദ്യ പരിചയത്തിൽ തന്നെ സ്വന്തമാകുക പോവുക. അവസാനത്തെ പരിചയം, ആദ്യത്തെ പരിചയം, രണ്ടാമത്തെ പരിചയം ഇതൊന്നുമില്ല. അതുകൊണ്ട് ചെല്ലുന്നവനും ചിലപ്പോൾ വിഷമിക്കും. അത്തരമൊരു തലത്തിലാണിത് പറയുന്നത്. അല്ലാത്ത ആളുകൾ സന്യസിക്കേണ്ട ആവശ്യകത ചൂണ്ടിക്കാട്ടുന്നു. അല്ല, 4-ാം പാദം മാഗൃത. ഇങ്ങനെ ആകണമെങ്കിൽ ഒരു നിയമമുണ്ട്, ആഗ്രഹിക്കരുത്. ജീവിതത്തിൽ ഇങ്ങനെ ആകാതിരിക്കുന്നതിന് കാരണമായ സാധനം ആഗ്രഹം മാത്രമാണ്. ആഗ്രഹം എന്ന് പറയുമ്പോൾ ഒന്നും കിട്ടാതിരിക്കുക, അതിൻ്റെ ഭാവന ഉണ്ടാവുക, അതുമായി അധ്യസിക്കുക, ദുഃഖിക്കുക. ഒരു വസ്തുവിനെ ആഗ്രഹിച്ചാൽ ആഗ്രഹിക്കുന്നത് മുതൽ ലഭ്യത വരെ സംഘർഷമാണ്, പരിപൂർണ സംഘർഷമാണ്. അതുകൊണ്ടാണ് ആഗ്രഹിക്കരുത്. അത് സന്യാസ ലക്ഷണമാണ് പറഞ്ഞത്. അപ്പൊ കസ്യസി ധനം, ധനം ആരുടേതാണ്? ഇത് ചോദ്യമായും സ്വീകരിക്കും. ഈ കാണുന്നതെല്ലാം ആത്മാവ് തന്നെ എന്ന് എല്ലാത്തിനെയും ഈശ്വരമയമായി ഭാവന ചെയ്ത് ഭേദബുദ്ധി ഉപേക്ഷിച്ചാൽ എല്ലാം ആത്മാവിൻ്റെ തന്നെ. അപ്പോൾ ആഗ്രഹിക്കാനില്ലല്ലോ. ഈ ജഗത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഈശ്വരനെ കൊണ്ട് ആച്ഛാദിതമാക്കുക, ത്യാഗം കൊണ്ട് ആത്മാവിനെ രക്ഷിക്കുക. ആരുടെയും ധനം ആഗ്രഹിക്കരുത്. ഇങ്ങനെയും അർത്ഥം പറയാം. ഈശാവാസ്യം, ഈ പ്രാരംഭ ശബ്ദം കൊണ്ട് ഉപനിഷത്തിന്റെ പേര് ഈശോവാസ്യ ഉപനിഷത്ത്. ഇതിൻ്റെ മുഖ്യ അർത്ഥം പ്രഥമ ശബ്ദത്തിൽ ഉക്തമായ തത്വം. ആദ്യത്തെ ശബ്ദം കൊണ്ട് തന്നെ അതിൻ്റെ തത്വം പറഞ്ഞു. ഈശ്വരനെ കൊണ്ട് ജഗത്തിന്റെ ആച്ഛാദനം ഇവിടെ മുഖ്യ വിഷയമാണ്. അതിൻ്റെ പ്രതിപാദകമാണ് ഇത്. ഈശാധാതുവിനെ കൊണ്ട് ഈശാൻ, ഈശ്വർ എന്നിങ്ങനെ അനേകം ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നു. ഈശാധാതു കൊണ്ട് എല്ലാത്തിനും അർത്ഥം സമാനമാണ്. ഈശ്വരൻ എന്നതിൻ്റെ സാമാന്യമായ അർത്ഥം കർത്തും അകർത്തും അന്യഥാകർത്തും സമർത്ഥം. അതാണ് ഈശ്വരൻ. ആദ്യം അത് തലയിലുദിക്കണം, എന്നാലേ ഇത് പഠിക്കാൻ പറ്റുള്ളൂ. കർത്തും സമർത്ഥ, അകർത്തും സമർത്ഥ, അന്യഥാകർത്തും സമർത്ഥ. നോക്കണോ ഈ പുളവന്റെ പണി? ചെയ്യുക, ചെയ്യാതിരിക്കുക, വേറൊരു തരത്തിൽ ചെയ്യുക. ഈ പ്രപഞ്ചമിട്ടവൻ കളിക്കുന്നതും ഇത് ലീലയാ നിൽക്കുന്നതും ഈ സാമർഥ്യം കൊണ്ടാണ്. ഈ സാമർഥ്യത്തിലേക്ക് സാധന ചെയ്ത് ആരെല്ലാം എത്തുന്നു അവരൊക്കെ ഈശ്വരന്മാരുമാണ്. ഈശ്വരാംശം ഉണ്ടെങ്കിൽ പ്രതിഭയുണ്ടാവും. പ്രതിഭയുണ്ടാവുമ്പോൾ ഇങ്ങനെയാണ് പോകുന്നതെന്ന് തോന്നും, പക്ഷെ വേറൊരു തരം അനിർവചനീയത എപ്പോഴും നിലനിൽക്കും. പ്രപഞ്ച നിയമങ്ങളെ ഒന്നിനെപ്പോലും ചിലപ്പോൾ ചെയ്യും, ചിലപ്പോൾ ചെയ്യാതിരിക്കും, വേറൊരു തരത്തിൽ ചെയ്യും. ലോകം ആഗ്രഹിച്ച പോലെ നടന്നു. അപ്പോൾ സന്തോഷമായി. അപ്പോൾ നമ്മുടെ ആഗ്രഹമൊക്കെ നടന്നു, സന്തോഷമായി. ചിലപ്പോൾ ആഗ്രഹിച്ചതിന് വിപരീതമായി നടക്കും. ആഗ്രഹിച്ചത് നടക്കില്ല.
അകർത്തും സമർത്ഥ. ചിലപ്പോഴാകട്ടെ വേറൊരു തരത്തിൽ ചെയ്യും. കേദാർനാഥിലൊക്കെ ചെയ്തവർ മനസ്സിലായില്ല. 2 ദിവസമായിട്ട് തിരുവനന്തപുരത്തൊക്കെ ചെയ്യുന്നവർ മനസ്സിലായി. എറണാകുളത്തും തിരുവനന്തപുരത്തും ഒക്കെ ചെയ്യുന്നവർ. എറണാകുളത്തും തിരുവനന്തപുരത്തും ഒക്കെ അടിക്കുമ്പോൾ കോഴിക്കോട്ടും കാസർഗോട്ടും ഒന്നും പോലെയാണ് കോഴി. മനസ്സിലായില്ല. അവിടെ ഇരുന്നുകൊണ്ട് കാലാവസ്ഥാ നിരീക്ഷകൻ പറഞ്ഞു കാസർഗോഡ് പെയ്യും, തിരുവനന്തപുരത്ത് പെയ്ത് തുലച്ചു. മനസ്സിലായില്ല. എന്നാൽ ഇവൻ്റെ മണ്ണാങ്കട്ടയൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് ഇവൻ മര്യാദയ്ക്ക് ഇരിക്കുമോ? നമ്മൾ ഇത്രയും കാലമായിട്ട് ഇങ്ങനെ പ്രവചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രവചനം മുഴുവൻ തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ശരിയാകുന്നു, ചിലപ്പോൾ തെറ്റുന്നു, ചിലപ്പോൾ വേറൊരു തരത്തിലാകുന്നു. മനസ്സിലായില്ല. ഒരു മീൻപിടുത്തക്കാരനും പുറത്തോട്ടിറങ്ങരുത്. മീൻ കൂട്ടുന്നവനൊക്കെ മീനും വേണം. മനസ്സിലായില്ല. അപ്പോഴാണ് ഒരുത്തം പോയി തുഴഞ്ഞു പോയി, അവനെ കണ്ടില്ല. മനസ്സിലായില്ല. അവനെ കാണാതെ പോയി. വഞ്ചിയും കണ്ടില്ല, അവനെയും കണ്ടില്ല. 3-4 ദിവസം കഴിഞ്ഞപ്പോഴാണ് വഞ്ചി തിരിച്ചു വരുന്നുണ്ട്, ഇവൻ വരുന്നില്ല. അപ്പോഴാണ് തന്ത പോയി എന്ന് മനസ്സിലായത്. മകൻ ഉടനെ വഞ്ചി ഇറക്കാൻ തുടങ്ങുകയാണ്. കാറ്റും കോളുമാണ്. അപ്പോഴാണ് കരയ്ക്ക് നിൽക്കുന്ന സയൻറ്റിസ്റ്റ് ചോദിക്കുന്നത്, ഈ കടലിലേക്ക് നിങ്ങൾ ഇനി ഇറങ്ങുകയാണോ? ഭയം തോന്നുന്നില്ലേ? അപ്പോഴാണ് അവൻ പറയുന്നത്, നിങ്ങളുടെ അച്ഛൻ എവിടെ കിടന്നാണ് മരിച്ചത്? അപ്പോൾ വീട്ടിൽ കട്ടിലേൽ. ശരി. അപ്പൂപ്പൻ കട്ടിലേൽ. ശരി. ഇപ്പം നിങ്ങളെവിടെയാണ് കിടക്കുന്നത്? കട്ടിലേൽ. നിങ്ങൾക്ക് ഭയം തോന്നുന്നില്ലേ കട്ടിലേ കിടക്കാൻ? പറഞ്ഞ മനസ്സിലായില്ല. അവനാണ് ഈശ്വരനെ അറിയുന്നത്. കാരണം ഇതൊരു ദിവസം പോവും. പറഞ്ഞാൽ മനസ്സിലായില്ല. മറ്റവൻ സംസാരിച്ചത് കാരണം സന്യാസിയായിട്ടാണ്, പള്ളിയിലച്ഛനായിട്ടാണ്, അതുപോലെ സയൻറ്റിസ്റ്റായിട്ടാണ്. ഇവനൊക്കെ ഈശ്വരനെ കണ്ട് കാര്യങ്ങളൊക്കെ കൃത്യമാക്കി ഇവൻ്റെ കൈപ്പിടിയിലൊക്കെ ശാസ്ത്രകാരനോ സന്യാസിയോ ഒക്കെയാണ്. പക്ഷേ മറ്റവൻ്റെ ഒരു ചോദ്യം വന്നപ്പോൾ പണി തരും. അപ്പം ഇത് കർത്തും അകർത്തും അന്യഥാകർത്തും ഈശ്വര. ഇവനെ തിരിച്ചറിയാനായി പാഠമൊക്കെ. പക്ഷെ ഇവനെ എത്ര പഠിച്ചാലും തിരിച്ചറിയില്ല. കാരണം നമ്മുടെ മിടുക്കപ്പുറത്ത് കിടക്കുകയാണ് ഏഷണാത്രയം. നമ്മൾ മിടുക്കനാണെന്നൊക്കെ പറഞ്ഞ് ആടിപ്പാടി ഗംഭീരമായിട്ട് ഈശാവാസിയൊക്കെ പഠിപ്പിക്കുമ്പോഴായിരിക്കും തിത്തത്തയ്യെന്ന് താഴോട്ട് വീഴുന്നു. മനസ്സിലായില്ല. അതുകൊണ്ട് ഇവനെ അറിയുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമാണെന്ന് കരുതരുത്. കർത്തും അകർത്തും അന്യഥാകർത്തും സമർത്ഥ ഈശ്വര. ഇവനെ അങ്ങ് തിരിച്ചറിഞ്ഞാൽ പിന്നെ പണിയൊക്കെ എളുപ്പമാണ്. പിന്നെ ചുമ്മാ പണിയാനൊരു സുഖമുണ്ടാവും. ഇവനെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ 100,000 പരാജയം വരുമ്പോഴെല്ലാം ഡിപ്രഷൻ ഉണ്ടാവും. മനസ്സിലായില്ല. വിജയം ഉണ്ടാകുമ്പോഴെല്ലാം മാന്യം ഉണ്ടാവും. ഒടുവിൽ ഈ 2 എണ്ണത്തിൻ്റെ ഇടയിൽ കിടന്ന് ആന്തോളനം ചെയ്യും. ഇപ്പം കടുത്ത ഡിപ്രഷനിലാണ്. മനസ്സിലായില്ല. കാരണം പ്രതീക്ഷിച്ച ബിസിനസ് ഇപ്പം ആരെയും കാണുന്നില്ല, ഇപ്പം ആരോടും വർത്തമാനം പറയുന്നില്ല, നിദ്ര നിശയിങ്കൽ പോലുമില്ലാതെയായി. മനസ്സിലായില്ല. വേണുന്നവരോടൊരാഭിമുഖ്യം നാസ്തി. ഈ പരുവത്തിലാവും. രാഷ്ട്രീയത്തിലായിരുന്നു, ഇപ്പോൾ കോർണർ ചെയ്തൊരു മൂലയ്ക്കായി. ഇപ്പോൾ ഡിപ്രഷനാണ്. ഭാര്യയും പിള്ളേരെയും കൂടെ കാണണ്ട. മനസ്സിലായില്ല. കടുത്ത ആധ്യാത്മികതയായിരുന്നു. കേരളം മുഴുവൻ ഓടി നടന്ന് ക്ലാസ് എടുത്തതാണ്. എന്തൊരു ഇരിപ്പാണ്. കുളിക്കുകയില്ല, നനയ്ക്കുകയില്ല, ഒരേ ഇരിപ്പാണ്. കാര്യം ശിഷ്യന്മാരൊക്കെ പോയി, ജനങ്ങളൊക്കെ വിട്ടു. മനസ്സിലായില്ല. ഇനി ഇവരെല്ലാം കൂടെ വന്നാലോ മാനിയായി.
സടകുടഞ്ഞെഴുന്നേക്കലായി. മറിച്ച് ഇവനെ പിടിച്ചാൽ ഒരു കാര്യം ബോധ്യമാവും, ഇതൊക്കെ അവൻ്റെ കളിയാണെന്ന് ബോധ്യമാവും. പിന്നെ ചുമ്മാ കളിക്കാനൊരു രസം. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പം അതിനറിയണം, അതിന് നല്ലൊരു ഉറയ്ക്കണം തലച്ചോറിന്. അത് ഒറ്റ എണ്ണയെ ഉറയ്ക്കേണ്ടൂ. കർത്തും അകർത്തും അന്യഥാകർത്തും സമർത്ഥ. ജഗത്തിന്റെ സൃഷ്ടിസ്ഥിതി ലയങ്ങൾക്ക് സമർത്ഥൻ. സൃഷ്ടിക്കുക, അത് മനസ്സിലാവും. മനസ്സിലായില്ല. സംരക്ഷിക്കുക, കർത്തും. അന്യഥാകർത്തും, അകർത്തും, സൃഷ്ടിക്കാതിരിക്കുക, സംഹരിക്കുക. എട്ടുകാലി തന്നിൽ നിന്ന് നൂലുണ്ടാക്കി വലകെട്ടി എരപിടിച്ച് ആ നൂല് തന്നിലേക്ക് വലിക്കുന്ന പോലെ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും കുട്ടിക്കൊരുക്കുന്ന കർത്തും അകർത്തും അന്യഥാകർത്തും സമർത്ഥൻ ഈശ്വരൻ. ഇവനെ അറിഞ്ഞാൽ പിന്നെ ഒന്നും അറിയാനില്ല. ഇവനെ അറിഞ്ഞില്ലെങ്കിലോ ഒന്നും അറിയാനില്ല. ഇതാണ് ഈശാവാസ്യ പഠനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതാണ്. അപ്പോ ഈ പൃഥ്വിയിൽ പ്രാണികളുടെ സൃഷ്ടിയെ ചെയ്യൂ. അതിവിടെയുള്ളൂ, ചന്ദ്രലോകത്തിലൊന്നും ചെയ്തില്ല. കാരണം ഇവിടെ ചെയ്താൽ മതിയെന്ന് തീരുമാനിച്ചു. ഇപ്പം ആളുകളൊക്കെ കൂടി അവിടെ പോയി ചെയ്യാനുള്ള പ്ലാനിലാണ്. ഇവിടുന്ന് ഒരു സാധനം പൊക്കിയടിച്ച് ആൾതാമസമില്ലാത്ത സഹാറയിലും എവിടെയെങ്കിലും കൊണ്ടു നിർത്തി ഫോട്ടോ എടുത്തിട്ട് വീണ്ടും വീണ്ടും പിരിവെടുത്ത് ശാസ്ത്ര പരീക്ഷണം എന്ന് പറഞ്ഞ് നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ല. നിങ്ങളെയൊക്കെ ധരിപ്പിച്ചിരിക്കുന്നത് മുകളിലോട്ട് പോകുന്നെന്നും ആകർഷണ വലയം ഭേദിക്കുന്നെന്നും അപ്പുറത്ത് പോകുന്നെന്നും കറങ്ങുന്നുവെന്നും ഒക്കെ നിങ്ങളെ ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ബുദ്ധിമാൻ ധരിപ്പിക്കുന്നതായതുകൊണ്ട് നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് നിങ്ങൾ ധരിക്കും. നൂറ്റാണ്ടുകളായി ഈ പരീക്ഷണം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അതിന് കാശും ചെലവായിക്കൊണ്ടിരിക്കും. കാരണം തൂമ്പെടുത്ത് കളിക്കാനും കൃഷി ഉണ്ടാക്കാനും പറ്റാത്തവൻ നടത്തുന്ന ഒരുപാട് വ്യവസായങ്ങളുണ്ട്. അവസാനം അതൊന്നും ഫ്രൂട്ട്ഫുൾ ആകാതെ തൂമ്പയെടുത്ത് കിളച്ചവനെ കൊണ്ട് ജീവിച്ച് അതിനെണ്ണം കുറഞ്ഞ് എല്ലാവരും ഈ ഭാവനയിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ആഹാരം കുറഞ്ഞ് അവസാനം ശരീരമില്ലാത്ത ഭാവനയായിത്തീരും. മനസ്സിലായില്ല. ഇത് നിലനിൽക്കാനുള്ള ഉണ്ടാവില്ല. ഭാവന വരുമ്പോൾ വിശപ്പുണ്ടാവില്ല. മനസ്സിലായില്ല. ഭാവന സൂക്ഷ്മമാകുമ്പോൾ ബുദ്ധി മാത്രം വികസിച്ചുകൊണ്ടിരിക്കും. അവസാനമായി അതും വിലയം പ്രാപിക്കും. അപ്പോൾ വീണ്ടും ആദ്യം മൂലം തുടങ്ങും. ഈ പ്രപഞ്ചം ചാക്രികമായി പോകുന്നത് അങ്ങനെയാണ്. നിങ്ങളുടെ അച്ഛൻ കഴിച്ച ആഹാരമൊന്നും ഇപ്പം വേണ്ട നിങ്ങൾക്ക്. മനസ്സിലായില്ല. അപ്പൂപ്പൻ കഴിച്ച അച്ഛനും വേണ്ടായിരുന്നു. നിങ്ങൾ കഴിച്ചതൊന്നും നിങ്ങളുടെ പിള്ളേർക്ക് ഇപ്പം വേണ്ട. അതുകൊണ്ടാണ് മാങ്ങയും ചക്കയൊക്കെ സുലഭമായത്. പണ്ട് കാലത്ത് ഒരെണ്ണം കിട്ടാനില്ല. അതാണ് അതിൻ്റെ ചുവട്ടിലൊക്കെ ഓടി നടന്നത്. ഇതിനേക്കാൾ കൂടുതൽ മാവുകളും ഇതിനേക്കാൾ കൂടുതൽ പ്ലാവുകളും ഇതിനേക്കാൾ കൂടുതൽ കൃഷികളും ഉണ്ടായിരുന്ന കാലത്ത് ദാരിദ്ര്യമായിരുന്നു. മനസ്സിലായില്ല. കൃഷിസ്ഥലം കുറഞ്ഞപ്പോൾ, കൃഷി കുറഞ്ഞപ്പോൾ, കൃഷിക്കാർ കുറഞ്ഞപ്പോൾ, IT-ക്കാരും മറ്റുള്ളവനും കൂടിയപ്പോൾ ആഹാരം സുലഭമായി. ഇതാണ് അന്യഥാകർത്തും. രീതിയില്ല. ഇത് നിങ്ങളുടെ ശാസ്ത്ര ഗവേഷണം കൊണ്ട് ഉൽപാദനം വർദ്ധിച്ചുകൊണ്ടാണെന്നാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത്. ഇത് മറ്റവനൊരു കളി കളിച്ചതാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. തളിപ്പറമ്പ് പ്രദേശത്ത് മുഴുവൻ ഇപ്പോൾ കെട്ടിട കൃഷിയാണ്. ശരിയല്ല?
ഇത് മുഴുവൻ കൃഷിസ്ഥലമായിരുന്നു. ഇതിനകത്ത് മുഴുവൻ ചേമ്പും ചേനയും കാച്ചിലും കിഴങ്ങും നനകിഴങ്ങും കപ്പയും വാഴയും മാവും പ്ലാവും നെല്ലും ഒക്കെ നിറച്ച് കൃഷി ചെയ്ത കാലത്ത് എന്തൊരു ദാരിദ്ര്യമായിരുന്നു. ഒരു നേരത്തെ ആഹാരം കിട്ടാൻ. മനസ്സിലായില്ല? ലോകമെമ്പാടും ഈ ദാരിദ്ര്യമായിരുന്നു. ലോകത്തിലെ മുഴുവൻ സ്ഥലത്തും കൃഷി കുറഞ്ഞു. ശരാശരി വ്യക്തി അനുപാതത്തിലുള്ള കൃഷി ലോകമെമ്പാടും കുറഞ്ഞു. മണ്ണിൽ ഉൽപാദനം ഇല്ലാതായി. മണ്ണ് മുഴുവൻ അമ്ലമായി. മണ്ണ് അമ്ലമായി കഴിഞ്ഞാൽ പിന്നെ ആൽക്കലി ഇല്ലാതായാൽ പിന്നെ അതിന് ഫലപുഷ്ടിയില്ല. കംപ്ലീറ്റ് അമ്ലമാണ്. സൾഫൂറസ് ആസിഡും സൾഫൂറിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും ഒക്കെയാണ് വെള്ളത്തിനകത്ത് വരെ. ശരിയല്ല? അതുകൊണ്ട് മണ്ണിലേക്ക് ഒന്നും ഇട്ടാൽ അത് നശിക്കുകയുള്ളൂ, വിത്ത് കിളിക്കുകയില്ല. അങ്ങനെ മണ്ണും നശിച്ചു. കൃഷി ചെയ്യുന്നവനുമില്ല. കാരണം എല്ലാം കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് ഇനി കൃഷി ചെയ്യാൻ പറ്റുമോ? തൂമ്പ എടുത്ത് കളയ്ക്കാൻ പറ്റുമോ? രാവിലെ ഏറ്റിരുന്ന് ഈശാവാസ്യം പഠിപ്പിക്കാം, കേൾക്കാനാണെന്ന് പറഞ്ഞ് രാവിലെ വരാം. മനസ്സിലായില്ല? ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, അല്ല ഒന്നും ചെയ്യാൻ പറ്റില്ല. കൃഷിക്കാരൊക്കെ കുറഞ്ഞു. ഇങ്ങനെയൊക്കെ വന്നിട്ടും ഇപ്പൊ ദാരിദ്ര്യമില്ല. ഇതിന്റെ കാരണം ഇരുന്ന് അപഗ്രഥിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് കർത്തും അകർത്തും അന്യതാകർത്തും സമർത്ഥ ഈശ്വര. നമ്മുടെ ബോധത്തിൽ കയറിയിരുന്ന് ആഹാരത്തിന്റെ രുചി കളഞ്ഞു, ആഹാരത്തിന്റെ അളവ് കുറച്ചു, ചിന്ത കൂട്ടി. മനസ്സിലായില്ല? ഇപ്പൊ ആളുകളൊക്കെ നല്ല കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് രാവിലെ കുളിച്ചോ കുളിക്കാതെയോ ഒന്ന് കസേര ഇരുന്ന് ഇങ്ങനെ ചിന്തിച്ചു വൈകുന്നേരമാക്കുക. മനസ്സിലായില്ല? അപ്പൊ ആഹാരത്തിന് രുചിയൊന്നുമില്ല. ആഹാരം വേണ്ട. വിളിച്ചാൽ വീട്ടുകാർ വിളിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ വേണ്ട. മറ്റതങ്ങനെയല്ല. അടുക്കളയിൽ നിന്ന് ഇറങ്ങാൻ നേരം ഉണ്ടാവില്ല. 6 നേരം 16 നേരമൊക്കെ കഴിക്കും. കഴിക്കുമ്പോൾ ഒരുമാതിരി നന്നായി കഴിക്കും. മനസ്സിലായില്ല? ഇന്നതൊന്നുമില്ല. ഇന്ന് ശരീരത്തിൽ നിന്ന് പോകാൻ മലവും കുറവാണ്. അതുകൊണ്ടെല്ലാം മലം പിടുത്തമാണ്, ഇല്ലാത്തതുകൊണ്ട്. ഇതൊക്കെ ശരിയാണോ എന്ന് ആലോചിച്ച് നോക്കുക. ചിന്തിച്ചിട്ടില്ല? ഈ വഴിക്ക് ഇതുവരെ ചിന്തിച്ചിട്ടില്ല. അപ്പം ഇരുന്ന് ചിന്തിക്കുക. അപ്പം മനസ്സിലാവും ഇതാരാ ഈ പണി ഒപ്പിച്ചത്. അപ്പോ ചന്ദ്രലോകത്തിലൊന്നുമില്ല. അപ്പോ ഹുദാശന ചന്ദന പങ്കശീതള അതിനുദാഹരണമായി പറയുന്നത് അങ്ങനെയാണ്. ഒരു ബ്രാഹ്മണൻ അഗ്നികുണ്ഡത്തിൽ ഹവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഉദാഹരണം കഴിഞ്ഞോണ പറഞ്ഞാണെന്നാ എൻ്റെ ഓർമ്മ ഇല്ല. അപ്പോൾ അവിടം വരെ എടുത്തില്ല. രാവിലെ എഴുന്നേറ്റ് അഗ്നിഹോത്രം നടത്തുകയാണ് ഗംഭീരമായി. പതിവ്രതയായ പത്നി പറഞ്ഞാണ്. അപ്പോൾ ആ ഹവനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് ഹൃദ്രോഗമുണ്ടായി. പെട്ടെന്ന് ഒരു അറ്റാക്ക് വന്ന് അങ്ങ് മറിഞ്ഞു പോകും. ഭാര്യ അദ്ദേഹത്തിൻ്റെ തല മടിയിൽ വെച്ച് നിലവിളിക്കുന്നു. ഈശ്വരനെ വിളിച്ച് നിലവിളിക്കുന്നു. അദ്ദേഹം മെല്ലെ മെല്ലെ കണ്ണ് തുറന്നു വരും. അപ്പോഴാണ് സ്വന്തം കുട്ടി ഓടി വന്ന അഗ്നികുണ്ഡത്തിന് അടുത്താവുന്നത്. ഭർത്താവിനെ മടിയിൽ നിന്നും ഇറക്കി വെച്ച് കുഞ്ഞിനെ ഓടിച്ചെന്ന് എടുത്തില്ലെങ്കിൽ കുണ്ടത്തിൽ വീഴും. ഭർത്താവിനെ ഇറക്കി വെച്ചാൽ അയാൾ പോകും. പതിവ്രതയായ ഭാര്യ മഹാസങ്കടത്തിൽപ്പെടുന്ന ഒരു രംഗമാണ്. ഇതിനെ കവി വർണ്ണിച്ചിട്ടുണ്ട്. സുതംപദന്തം സമീക്ഷ്യ പാവകേ നബോധയാമസപതിം പതിവ്രത തദാഭവത്തത്പതിഭക്തി ഗൗരവത് ഉദാശനശ്ചന്ദന പങ്കശീതള. കുട്ടി കുണ്ടത്തിൽ വീഴുക തന്നെ.
എന്നാൽ അവരുടെ പതിഭക്തിയും ഈശ്വരഭക്തിയും കൊണ്ട് അഗ്നിയെ ചന്ദന സമാനം തണുപ്പുള്ളതാക്കി. കുറച്ച് സമയത്തിനുള്ളിൽ ഭർത്താവിൻ്റെ ഹൃദയഗതിക്ക് മാറ്റമുണ്ടായി. ഭർത്താവ് ഉറങ്ങിയപ്പോൾ തല തുണിക്കെട്ടിന് മേൽ വെച്ചിട്ട് എഴുന്നേറ്റ് കുട്ടിയെ എടുത്തു. കുട്ടി തീയിൽ കളിക്കുക. എന്തേ പൊള്ളിയിൽ? എല്ലാവർക്കും പൊള്ളുമ്പോൾ ഈ കുഞ്ഞിനെന്താ പൊള്ളാത്തത്? നിങ്ങൾ പറയും ഇതൊരു എക്സെപ്ഷനാണ്. റൈറ്റ്? തീർച്ചയായും അതെ. ആ എക്സെപ്ഷൻ എങ്ങനെ ഉണ്ടായി? ചിലർക്ക് തീയിൽ നടക്കാം, ശരിയല്ല. എങ്ങനെയാണ് ആ എക്സെപ്ഷൻ ഉണ്ടായത്? വെള്ളത്തിൽ വീഴുന്നു ഒരാൾ, വെള്ളം കുടിച്ച് ചാവുന്നു. കരയ്ക്ക് കയറ്റി കൊണ്ടുവന്നു, വെള്ളമൊക്കെ ഞെക്കി കളഞ്ഞു നോക്കി, രക്ഷപ്പെട്ടില്ല. വെള്ളത്തിൽ വീണാണ് ചത്തു. ഇപ്പം വെള്ളത്തിൽ വീണാൽ ചാവും, ശരിയാണ്. നീന്തലറിയാത്തവൻ വെള്ളത്തിൽ വീണാൽ കുടിച്ച് ചാവും, ശരിയാണ്. എറണാകുളത്തൊരു സ്ത്രീ വെള്ളത്തിൽ വീണു, ബോട്ട് മുങ്ങി. 3 ദിവസം കഴിഞ്ഞ് വെള്ളത്തിൽ നിന്ന് പോവുകയാണ്. ഹിന്ദു സ്ത്രീയാണ്, നായർ സ്ത്രീയാണ്. ഏറി വന്നിട്ട് പറഞ്ഞു ഏവുപ്രാസിയെ രക്ഷിച്ചതാണ് തന്നെ. ഇപ്പോഴും അവരുടെ മക്കൾ അവിടുത്തെ പള്ളിയിൽ 1 വർഷം 1 തവണത്തെ പെരുന്നാൾ അവരുടെ വകയാണ്. എങ്ങനെയാണ് അവർ രക്ഷപ്പെടുന്നത്? അവരുടെ ഭാഷയൊക്കെ ഇരിക്കട്ടെ. ഈ 3 ദിവസം വെള്ളത്തിനടിയിൽ എങ്ങനെയാണ് അവർ ജീവിച്ചത്? ആ ലോകത്ത് നമ്മൾ വിചാരിക്കാത്തത് സംഭവിക്കുമ്പോൾ അതിനുള്ള വാസന ഉണ്ടാക്കാനാണ് പണിയെടുക്കുന്നത്. അപൂർവങ്ങളിൽ അപൂർവമായതേതോ അതിലാണ് ഈശ്വരത്വം ഇരിക്കുന്നത്. സർവസാധാരണമായത് ശാസ്ത്രം കൊണ്ടാണ്. മനസ്സിലായില്ല? ശാസ്ത്രം അപൂർവതകളെ ഒന്നും രക്ഷിക്കുന്നില്ല. ശാസ്ത്രം എക്സെപ്ഷനുകളെ, അപവാദങ്ങളെ ഉപേക്ഷിക്കുകയാണ്. മനസ്സിലായില്ല? അപവാദങ്ങൾ എങ്ങനെയെന്നുള്ള പഠനമാണ് ഈശ്വരനെ അന്വേഷിച്ചുള്ള പഠനം. ഇതൊന്ന് തിരിച്ചറിയണം. സർവസാധാരണമായ പഠനമല്ല ഈശ്വര പഠനം. അത് യുക്തിയും ബുദ്ധിയും ഒക്കെയാണ്. അതിൽ ഉറച്ചു നിന്നവരൊക്കെ കിണിഞ്ഞിട്ടുണ്ട്, ശരിയല്ല. ബുദ്ധിമാന്മാർ, ലോകത്തെ ഏറ്റവും രസം, ലോകത്തിലെ വമ്പൻ ബുദ്ധിമാന്മാർ മാത്രമാണ് കിണിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഉപനിഷത്ത് ഈശ്വരനെ തിരിച്ചറിയിക്കുക. ഈ ദിശയിൽ പോയാലേ ഈശ്വരനെ തിരിച്ചറിയുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ അറിയുന്നത് വീണ്ടും ശാസ്ത്രത്തെ തന്നെയാണ്. മനസ്സിലാവും? അത് തിരിച്ചറിയാൻ വേണ്ടി വന്നിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിന് ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ പഠിച്ചാൽ മതി. ഭൗതിക നിയമങ്ങൾ പഠിച്ചാൽ അവിടുത്തെ പണിയൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാം. പക്ഷെ അതുകൊണ്ട് പറ്റാത്ത ചില കുഴപ്പങ്ങളുണ്ട്. ചിലർ അത് വെച്ചാണ് കളിക്കുന്നത്. അവിടെയാണ് തിരിച്ചറിയുന്നത്. ഈ ദൃഷ്ടാന്തത്തിൽ നിന്ന് തിരിച്ചറിയുന്ന ഇത്തരം ഘട്ടങ്ങൾ എപ്പോഴും ഉണ്ടാകുന്നുണ്ട്. ഒരനുഭവം എല്ലാവർക്കും ഉണ്ടാവും. അത് ഒരാളുടെ അനുഭവമായിരിക്കില്ല മറ്റേയാൾ, ശരിയല്ല? രാവിലത്തെ പ്രാതലിനുള്ള
മണിയാണ് മുഴങ്ങിയെന്ന് തോന്നുന്നു. അതുകൊണ്ട് അത് കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ബാക്കിയുള്ളത്. എന്തായാലും കാര്യം മനസ്സിലാകുന്നുണ്ടോ? കഴിച്ചിട്ട് വന്നിരിക്കുമ്പോൾ അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടിരിക്കരുത്. സിനിമാ കൊട്ടകയിരിക്കുന്ന പോലെ ഇങ്ങ് അടുത്തേക്കിരിക്കുക, ഒരുമിച്ചിരിക്കുക. മുമ്പിലുള്ള കസേരകളെല്ലാം പൂർണ്ണമായും ഇരുന്ന് തീർക്കുക.